നമസ്കാരം. കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ കേരയിൽ സംഘടിപ്പിക്കുന്ന ജനസമക്ഷം ഓൺലൈൻ എന്ന പരിപാടി ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന നിർദ്ദിഷ്ട അർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ പദ്ധതി കടന്നുപോകുന്ന വിവിധ ജില്ലകളിൽ നേരത്തെ ജനസമക്ഷം സിൽവർ ലൈൻ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുത്ത ആ പരിപാടികളിൽ സിൽവർ ലൈൻ എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ആ പരിപാടിയുടെ തുടർച്ച എന്ന നിലയിലാണ് സിൽവർ ലൈൻ ജനസമക്ഷം ഓൺലൈൻ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഇമെയിൽ വഴിയും കേരളിൻ്റെ വെബ്സൈറ്റിലും ലഭിച്ച ചോദ്യങ്ങൾക്കാണ് ആദ്യം മറുപടി പറയുന്നത്. പിന്നീട് ഈ ലിങ്കിന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ജനസമക്ഷം സിൽവർ ലൈൻ ഓൺലൈൻ പരിപാടിയുടെ തുടക്കം മാത്രമാണിത്. ഈ പരിപാടി വീണ്ടും തുടരുന്നതാണ്. ഇന്ന് ചോദ്യങ്ങളുടെ അതിപ്രസരമുണ്ടാകുമെന്നറിയാം. ഇന്ന് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾക്ക് പിന്നീടുള്ള പരിപാടികളിൽ മറുപടി നൽകുന്നതാണ്. കേരയിൽ മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാറും സിൽവർ ലൈൻ പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് DPR തയ്യാറാക്കിയ പാരീസ് ആസ്ഥാനമായ സിസ്ട്രയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എം സ്വയംഭൂ ലിംഗവും, അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് പ്രധാനമായും ഈ പരിപാടിയിൽ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത്. അതോടൊപ്പം കേരളിൻ്റെ സെക്ഷൻ എഞ്ചിനീയർ പ്രശാന്ത് സുബ്രഹ്മണ്യവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. ചോദ്യോത്തര സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷനാണ്. അത് അവതരിപ്പിക്കാൻ സംയുക്തയെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ഏവർക്കും നമസ്കാരം. ഒരു നല്ല ട്രാൻസ്പോർട്ട് സംവിധാനം ഏതൊരു രാജ്യത്തിനെയും അഥവാ സംസ്ഥാനത്തിൻ്റെയും ആവശ്യമാണ്. അത് ആ സംസ്ഥാനത്തിൻ്റെ എക്കോണമിയുടെ നട്ടെല്ലാണ്. അത് ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പ്രാദേശിക വികസനം ബാലൻസ്ഡ് എന്നാണെന്ന് ഇറ്റ് വിൽ എൻഷുർ, ഇൻട്രാസ്റ്റേറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു എന്ന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ബിലീവ്സ് ദാറ്റ് ടു റിയലൈസ് ദ ഡ്രീം ഓഫ് മോഡേൺ ഇന്ത്യ, to increase the ease of living index of common people and to create lasting progress, next generation infrastructure is an absolute necessity. ഈ PPT തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പോകുന്ന അർദ്ധ അതിവേഗ റെയിൽ സിൽവർ ലൈനിനെ കുറിച്ച് ഒരു ബ്രീഫ് നൽകും. കേരളത്തിന് എന്തുകൊണ്ട് സിൽവർ ലൈൻ വേണം എന്ന് നമുക്ക് നോക്കാം. അതിന് മനസ്സിലാക്കുന്നതായി വി നീഡ് ടു ഫസ്റ്റ് നോ വൈ വി നീഡ് സിൽവർ ലൈൻ, വാട്ട് ഈസ് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് റോഡ് ആൻഡ് റെയിൽ ഇൻ കേരള. കേരളത്തിലെ റോഡിൻ്റെ കമ്പാരിസനാണ് കേരള സംസ്ഥാനത്തിൻ്റെ അടുത്ത 2 സംസ്ഥാനം, ദാറ്റ് ഈസ് കർണാടക ആൻഡ് തമിഴ്നാടുവിൽ റോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് നോക്കാൻ കഴിയുന്നു. 1 ഈസ് കേരള, 1 ഈസ് കർണാടക ആൻഡ് ദെൻ ഈസ് തമിഴ്നാടു. കർണാടകയിൽ ഒരു എൻഡ് മുതൽ ഇന്നൊരു എൻഡ്, ബംഗളൂർ ടു ബെലഗാവി പോകുന്നതിൽ 505 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് 7 hours ഉള്ളിൽ റോഡ് വഴി പോകാൻ കഴിയുന്നു. 73 km/h ആവറേജ് സ്പീഡിൽ അവിടുത്തെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ചെന്നൈ മുതൽ കന്യാകുമാരി പോകാൻ വിച്ച് ഈസ് 737 kilometers, മച്ച് മോർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ends ഓഫ് ആർ സ്റ്റേറ്റ്. അത് 10 മണിക്കൂറുള്ളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. 74 km/h ആവറേജ് സ്പീഡിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കേരളത്തിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വിച്ച് ഈസ് 574 kilometers away, അത് ഇറ്റ് ടേക്സ് ക്ലോസ് ടു 15 hours. This speaks about the condition of road in our state. We are able to travel only at an average speed of 41 km/h. റോഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ആക്സിഡൻറ്റ്, ഫെറ്റാലിറ്റീസ്, വാഹന ദുരന്തങ്ങൾ, പിന്നെ ലിമിറ്റഡ് റൈറ്റ് ഓഫ് വേ. ഒരു മെല്ലെ പോകുന്ന വെഹിക്കിളിൻ്റെ ബാക്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ആ പ്രശ്നം നമ്മളൊക്കെ നേരിട്ടിട്ടുണ്ട്. ട്രാഫിക് ജാംസ് ഉണ്ട്. ട്രാഫിക് ജാം കാരണം കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ കാരണം ക്രോണിക് ലങ് ഡിസീസസ് വരും, BP കൂടും, വെയിറ്റ് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, ഫിറ്റ്നസ് ലെവൽസ് കുറയും. പിന്നെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ട്രാഫിക് ജാമിലിരിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് ഇസ് ദി സ്റ്റാർട്ടിങ് ഓഫ് ഓൾ ട്രബിൾസ്.
റോഡ് ആക്സിഡൻറ്റ്സ്, റോഡ് റേജ് എന്നുള്ള പ്രോബ്ലം, പുവർ ക്വാളിറ്റി റോഡ്സ്. കേരളം പോലത്തെ സംസ്ഥാനത്ത് ഇയർലി കുറേ മഴയൊക്കെ വരുന്നു. അപ്പം റോഡ്സ് ഒക്കെ ഡാമേജ്ഡ് ആവും. ലാൻഡ് അക്വിസിഷൻ ഇസ് ഡിഫിക്കൾട്ട് ഇൻ എ ലാൻഡ് സ്റ്റാർവ് സ്റ്റേറ്റ് കമ്പയർഡ് ടു എൻറ്റയർ ഇന്ത്യ. കേരളത്തിൽ 1.1% ഓഫ് ഇന്ത്യാസ് ലാൻഡ് ഹോൾഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ തവണ റോഡ് വൈഡൻ ചെയ്യുമ്പോഴും കുറേ ലാൻഡ് നമ്മളിങ്ങനെ റോഡ് എടുത്തിട്ടേ പോകണം. പിന്നെ NH എക്സ്പാൻഷൻ അത് കോസ്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ്. റോഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറേ മരങ്ങൾ, ഡിഫോറസ്റ്റേഷൻ പോലത്തെ പ്രോബ്ലംസ്, ഇൻ്റർഫിയറൻസ് വിത്ത് ഡെയിലി ലൈഫ് ഓഫ് വൈൽഡ് ലൈഫ്, ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് നമ്മൾ റോഡിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നു. റോഡ് ഫേറ്റാലിറ്റീസ്, റോഡ് ആക്സിഡൻറ്റ് ഇന്ത്യയിൽ, കേരളത്തിൽ 3rd മേജർ കോസ് ഓഫ് ഡെത്ത് ഇൻ ദ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ റോഡ് ആക്സിഡൻ്റ് ആണ്. Even though Kerala accounts for 3% of the country's population, it accounts for 10% of the road accidents. Pratidinam 11 പേര് they are losing their lives and 120 get injured in road accidents. 60% of vehicles registered and 45% road accidents also take place in urban areas. World Bank conduct ചെയ്ത ഒരു റിപ്പോർട്ടിൽ, പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടിൽ, ട്രാഫിക് ക്രാഷ് ഇഞ്ചുറീസ് ആൻഡ് ഡിസബിലിറ്റീസ് ദി ബർഡൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റിയിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ എൻറ്റയർ വേൾഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ 1% ഓഫ് വേൾഡ്സ് വെഹിക്കിൾസ് ഉണ്ട്, ബട്ട് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 11% ഓഫ് ഗ്ലോബൽ റോഡ് ആക്സിഡൻറ്റ് ഡെത്ത്സ് ആൻഡ് 60% ഓഫ് ദ ടോട്ടൽ റോഡ് ക്രാഷസ്, വിച്ച് ഈസ് എ വെരി ഷോക്കിംഗ് ഇൻഫർമേഷൻ. ദി സ്റ്റേറ്റ് ഇൻകേഴ്സ്, കേരളത്തിൽ എവറി ഇയർ അഡീഷണൽ ഫൈനാൻഷ്യൽ ബർഡൻ ഓഫ് 1,000 crore rupees, 1,000 crore every year the government has to incur because of the accidents, road accidents. അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ട് ഹൈവേ ആണോ നമ്മൾ റൈറ്റ് വേ, ഹൈവേയിലാണോ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ കേരളത്തിൽ ഹൈ റോഡ് ഡെൻസിറ്റി ആണ്, വിച്ച് ഇസ് 843 km/100 square kilometer, which is 3 times the national average. പക്ഷേ ഇവിടെ ദി നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ 1,000 പോപ്പുലേഷൻ ഇസ് 425. ഇത് എല്ലാ വർഷം 10.62% ആ ഒരു റേറ്റിൽ കൂടുന്നതാണ്. റോഡ്സ് മൊത്തം ചോക്ഡ് ആണ്. അപ്പം നമ്മൾ ഹൈവേ എക്സ്പാൻഡ് ചെയ്താൽ people are only encouraged more to use their personal vehicles, which will in turn increase vehicle density കൂട്ടും. പിന്നെ അത് കാരണം ട്രാഫിക്കും ആക്സിഡൻറ്റും കൂടും. പിന്നെയും it will warrant the need for further expansion of highways. അപ്പം ഈ സൈക്കിൾ തുടരുകയാണ്. So highways expansion is definitely not the solution. Moreover, the World Health Organization WHO notes that more than 90% of road traffic death occur in low and middle income countries. കേരളത്തെ റെയിൽ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ സദേൺ എൻഡ് ഓഫ് ദ കേരള ടു നോർത്തേൺ എൻഡ് ഓഫ് കേരള പോകുന്നതിൽ ഇറ്റ് ടേക്സ് 12 hours. ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാൻ ഇതാണ് ട്രെയിനിൻ്റെ ഫ്രീക്വൻസി. മിനിമം 9.5 hours എടുക്കും, മാക്സിമം 12 hours എടുക്കും. ഈവൻ ഫാസ്റ്റ് ട്രെയിൻസ് ലൈക്ക് രാജധാനി, കുറച്ച് സ്റ്റോപ്സ് ഇരുന്നാൽ പോലും രാജധാനി ടേക്സ് ക്ലോസ് ടു 9 hours. So the rail in Kerala is slower, 30% slower compared to its counterparts. This is largely because of the undulating terrain of Kerala. There are 626 curves, 626 വളവുകളുണ്ട് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ. ഇതിനായതാൽ സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ബിറ്റ്വീൻ 15 to 100 km/h. ട്രെയിൻസ് വേഗ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. സോ കേരളൻ്റെ റെയിൽ ലൈൻസ് ആർ ഓൾറെഡി സാച്ചുറേറ്റഡ്. എറണാകുളം ടു ഷൊർണൂർ സ്ട്രെച്ചിൽ 120% കപ്പാസിറ്റി യൂട്ടിലൈസേഷനും വേറെ സെക്ഷൻസിലും 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻസുമാണ്. This shows that even though there are a lot of people who wish to travel by train, അവർക്ക് കുറേ ഇൻകൺവീനിയൻസ് ഉണ്ട്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അവർ കുറേ ആൾക്കാർ ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എക്സിസ്റ്റിംഗ് മാക്സിമം ആവറേജ് സ്പീഡ് 57 km/h because of it is restricted because of the terrain, and maximum speed of 100 km/h because of a huge number of stops. സോ റെയിൽവേസ് നൽകുന്ന 2 അഡ്വാൻറ്റേജ്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ലെസ് പൊല്യൂട്ടിംഗ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പിന്നെ ಇನ್ನೊಂದು ഇറ്റ് ക്യാൻ കാറ്റർ ടു ദി ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഇത് രണ്ടും നമ്മൾ really we are not tapping these potentials. These are some of the news clippings from this year itself, which shows that the maintenance work, track doubling, idupolte karanavashal there are delays encountered in the rail network. So an increase in speed is only possible. ഈ curves ഒക്കെ straighten ചെയ്താൽ മാത്രം നമുക്ക് ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് നോട്ട് എ വയബിൾ ഓപ്ഷൻ ബിക്കോസ് നമ്മൾ നോക്കി ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ 626 curves ഉണ്ട്. All these curves straighten ചെയ്യുന്നത് practically possible അല്ല. It will also take a huge amount of time and a lot of money. Plus existing train services will have to be suspended. കേരളത്തിലെ ഏവിയേഷൻ സെക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ there are 4 international airports in Kerala: ട്രിവാൻഡ്രം, കാസർഗോഡ്, കണ്ണൂരും കോഴിക്കോടും. First and last mile connectivity to these airports is limited. ഫീഡർ സർവീസസും ഇല്ല. ഇവിടെ കുറേ ടൂറിസ്റ്റ് വന്ന് ഇറങ്ങുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ വർഷം കണ്ടെത്തിയതിൽ
കൊച്ചിൻ എയർപോർട്ടാണ് തേർഡ് മോസ്റ്റ് ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ ഹാൻഡ്ലിംഗ് ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ്. ഈ പാസഞ്ചേഴ്സ് ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ദേ ഹാവ് ടു ഗോ ഫോർ ലെസ് കൺവീനിയൻറ്റ് മോഡ്സ് ഓഫ് ട്രാവൽ ആഫ്റ്റർ ഗെറ്റിംഗ് ഓഫ്. ഇപ്പം നമ്മൾ ഈ സ്ക്രീൻഷോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രിവാൻഡ്രം മുതൽ കൊച്ചി അഥവാ കൊച്ചി മുതൽ കോഴിക്കോട് ഓർ ട്രിവാൻഡ്രം ടു കോഴിക്കോട് പോകുന്നെങ്കിൽ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്സ് കുറവാണ്, എല്ലാം ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കുറവാണ്, കോസ്റ്റും കൂടുതലാണ്. അപ്പം ഒരാൾ അവരെ ട്രാവൽ ദേ ഹാവ് ടു പ്ലാൻ വെൽ ഇൻ അഡ്വാൻസ് സോ ദാറ്റ് ദേ ക്യാൻ ട്രാവൽ ബൈ ഫ്ലൈറ്റ്. ഡെഫിനറ്റ്ലി നോട്ട് എ പോക്കറ്റ് ഫ്രണ്ട്ലി മോഡ് ഓഫ് ട്രാവൽ. ഇൻലാൻഡ് വാട്ടർവേസ്, കേരളത്തിൽ കുറേ റിവേഴ്സ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അപ്പം we have tapped into it and created the inland waterway transport system, and it has a length of 1895 kilometers. നമുക്ക് നാഷണൽ വാട്ടർവേസ് ഇവിടെ ഉണ്ട്. എന്നാൽ ദീസ് ആർ എക്കണോമിക്കൽ, എൻവിറോൺമെൻറ്റൽ ആൻഡ് ലെസ് എനർജി, ലോ കോസ്റ്റുമാണ്. പക്ഷേ ഇതിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് നാവിഗേഷണൽ ഹസാർഡ്സ്, ഷാലോ ഡെപ്ത്, നാരോ വിഡ്ത്ത് ഓഫ് ചാനൽ ഡ്യൂറിംഗ് ഡ്രൈ വെതർ, സിൽട്ടേഷൻ, ബാങ്ക് ഇറോഷൻ ആൻഡ് ആബ്സെൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഇൻഅഡിക്വസി ഓഫ് നാവിഗേഷൻ ലീഡ്സ്, സ്ലോവുമാണ്. പിന്നെ കൂടുതലായി ഇത് ഫ്രൈറ്റ് മൂവ്മെൻറ്റ്, ഗുഡ്സ് മൂവ്മെൻറ്റിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൊച്ചി മുതൽ കോഴിക്കോട് പോകുന്ന ഒരു ഹൈഡ്രോ ഫോയിൽ സർവീസും നമ്മൾ ഗവൺമെൻറ് ഹാഡ് എക്സ്പ്ലോർഡ് ദി ഓപ്ഷൻ ഓഫ് ദിസ് വിച്ച് വുഡ് ബി എ ഹൈ സ്പീഡ് വാട്ടർ കണക്ടിവിറ്റി. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ടു കണക്ട് ട്രിവാൻഡ്രം ഓൾസോ. സോ ഇറ്റ് വിൽ എനേബിൾ വാട്ടർ വഴി കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ. പക്ഷേ ഈ ഓപ്ഷൻ ഇറ്റ് ലെഡ് ടു എ ഡെഡ് എൻഡ് ബിക്കോസ് ഓഫ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വാസ് നോട്ട് ഒബ്റ്റെയിൻഡ് from the Indian Register of Shipping. So what is the way ahead? Rail seems to be the most promising solution to improve the arterial transport corridor in the state, because ഇത് ഇന്നത്തെ നീഡ്സ് മാത്രമല്ല, ഫ്യൂച്ചറിൻ്റെ നീഡ്സ് കൂടെ ഇറ്റ് കാറ്റേഴ്സ് ടു ഇറ്റ്. ഹൈവേ എക്സ്പാൻഡ് ചെയ്യുന്നതും ഗ്രോത്ത് ഓഫ് റേറ്റ് ഓഫ് വെഹിക്കിൾസ് നോക്കിയാൽ വെൻ യു കമ്പയർ ദീസ് ടു വി ഗെറ്റ് ടു നോ ദറ്റ് ദിസ് ഇസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ്. ഗ്രോത്ത് റേറ്റ് ഓഫ് വെഹിക്കിൾസ് ഇസ് മച്ച് മോർ ദാൻ ദി പേസ് അറ്റ് വിച്ച് വി ആർ എക്സ്പാൻഡിങ് ഹൈവേസ്. മാത്രമല്ല നമുക്ക് ഒരു റെയിൽ ലൈൻ ലേ ചെയ്യാൻ ഹാഫ് ദി എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് നീഡഡ് ഫോർ 6 lane ഹൈവേ. അത്ര മാത്രമേ ആവശ്യപ്പെടുന്നു, മെറ്റീരിയലും ലാൻഡും. ബട്ട് റെയിൽ ഇസ് ഏബിൾ ടു ക്യാരി 3 times മോർ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് പാസഞ്ചർ ആൻഡ് ഫ്രേറ്റ് വെൻ കമ്പയർഡ് ടു റോഡ്. ഇത് നോൺ പൊല്യൂട്ടിംഗ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, സേഫുമാണ്. വേറെ എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ആണ് നമുക്ക് ഉള്ള ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ ലൈൻ? വി ക്യാൻ ഈദർ ഫ്ലാറ്റൻ ദി എക്സിസ്റ്റിംഗ് കർവ്സ്, ബട്ട് വി ഓൾറെഡി എക്സ്പ്ലോർഡ് ദിസ് ഓപ്ഷൻ. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ക്വസ്റ്റനബിൾ ആണ്. ദറ്റ് ഈസ് ദർ ആർ 626 കർവ്സ്. ഒക്കെ സ്ട്രൈറ്റൻ ചെയ്യുന്നത് ഈസ് നോട്ട് എ വയബിൾ ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കി, ബിക്കോസ് ഓഫ് ദ കോസ്റ്റ്, ബിക്കോസ് ഓഫ് ദ ടൈം ഇറ്റ് ടേക്സ് ഹ്യൂജ് കോസ്റ്റ്, ഹ്യൂജ് ടൈം. പിന്നെ ലാൻഡ് അക്വസിഷൻ ഉണ്ടാവും, ട്രാഫിക് ബ്ലോക്സ് ഉണ്ടാവും, ബിക്കോസ് എക്സിസ്റ്റിംഗ് ട്രെയിൻ സർവീസസ് വിൽ ഹാവ് ടു ബി സസ്പെൻഡഡ്. പിന്നെ ദി ഓപ്ഷൻ ഓഫ് ടിൽറ്റിംഗ് ട്രെയിൻസ്, ദാറ്റ് വാസ് ഓൾസോ എക്സ്പ്ലോർഡ് by the Indian Railways, and it was rejected because Mumbai-Delhi route അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് Indian Railways റിജക്ട് ചെയ്ത ഒരു ഓപ്ഷനാണ് ബിക്കോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻകമ്പാറ്റബിലിറ്റി. നമ്മളത്തെ സിഗ്നലിംഗ് സിസ്റ്റം ഈസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് ദാറ്റ് ഓഫ് ടിൽറ്റിംഗ് ട്രെയിൻ. ക്വസ്റ്റൻ ഓഫ് മൊനോപ്പൊലി, റിലയബിലിറ്റി, കോസ്റ്റ് ആൻഡ് സേഫ്റ്റി കൺസേൺസ്. ഒരു പാരലൽ ലൈൻ will only lead to detours and entrapment of private land between old and new lines, and it can be only done where the geometry is good. So what seems to be a viable solution is a new corridor for saturated sections, and that is why we go for silver line. One of the other most important problem that നമ്മൾ not only at a national level but also at an international level നേരിടുന്നത് global warming ആണ്. There was one study conducted by the Rocky Mountain Institute for Niti Aayog, and അവർ പറഞ്ഞത് shift to rail, reducing truck usage will help India reduce the carbon dioxide emission by 70%. Rails will help achieve climate neutrality because they consume 6 times less energy, emits 9 times less CO2 and particulate matter than road. WEF പറഞ്ഞത് റെയിൽ സെക്ടർ മൊത്തം ട്രാൻസ്പോർട്ട് സെക്ടറിൽ ജസ്റ്റ് 1% ഓഫ് ദ ടോട്ടൽ CO2 എമിഷൻ ആണ് ഇറ്റ് ഈസ് ലെറ്റിംഗ് ഇറ്റ് ഔട്ട് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. പാരീസ് കൺവെൻഷൻ ഇറ്റ് എയിംസ് ടു curtail the global temperature rise by 2 degrees centigrade by the end of the century, and India has certain commitments. നമ്മൾ ഇന്ത്യ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, കുറേ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടു റെഡ്യൂസ് ദി ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ബൈ 2 degrees centigrade, ആൻഡ് ഇതാണ് അതിൻ്റെ കുറേ ടാർഗറ്റ്സ് വിച്ച് ഇൻവോൾവ്സ് ഓപ്ഷൻസ് ലൈക്ക് which involves reducing the use of fossil fuels, decreasing the carbon intensity, to increase the use of renewable energies. These are some of the targets that were set by India towards the Paris Convention. Because like Obama said, no challenge poses a greater threat to future generations than climate change. Idokka vechittu the Honorable CM also believes that the semi-high speed rail project Silver Line will bring a huge change in the state. The project will substantially reduce road accidents due to decongestion on roads, and save fuel consumption. So what is Silver Line? Silver Line is a semi-high-speed rail line, covers a distance of 530 kilometers, runs at a maximum speed of 200 km per hour,
Journey is from Trivandrum to Kasargod. It is covering this journey within 4 hours. 10 stations under. Project cost is pegged at rupees 63,941 crore. And it is fully compliant with the Make in India, that is Atmanirbhar Bharat scheme. ഇതിൽ 37 സർവീസസ് ഉണ്ട് ഈച്ച് ഡേ. ഒരു ട്രെയിൻ പീക്ക് അവേഴ്സിൽ കൂടുതൽ ഡിമാൻഡുള്ള സമയത്ത് എവറി 20 മിനിറ്റ്സ് ഒരു സർവീസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പവേർഡ് ബൈ റിന്യൂവബിൾ എനർജി. മൊത്തം റിന്യൂവബിൾ എനർജി, സോലാർ എനർജി പോലത്തെ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്തിട്ടുണ്ടാവും ഈ ട്രെയിൻ ഓടുന്നത്. റൈഡർഷിപ്പ് ഓഫ് 80,000. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇയറിൽ മുതൽ വി ആർ എക്സ്പെക്ടിങ് ആൻഡ് റിയലിസ്റ്റിക് റൈഡർഷിപ്പ് ഓഫ് 80,000. 12,872 vehicles will be taken off the road. ഇത്ര പേര് സിൽവർ ലൈനിലേക്ക് മാറുമെങ്കിൽ ഒരു വർഷത്തിൽ 12,872 വെഹിക്കിൾസ് മാറും. ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽ ബി യൂസ്ഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആയിട്ട്. KRDCL അഥവാ KRail ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, വിച്ച് ഇസ് എ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ബിറ്റ്വീൻ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് കേരള. ഇതേപോലെ കുറേ സ്ഥാപനങ്ങൾ വേറെ സ്റ്റേറ്റ്സിലും വേറെ സംസ്ഥാനത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടു ഇംപ്രൂവ് ദി റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടു ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ദി റെയിൽവേസ്. Projects will require approval by cabinet as it is a railway project. യാത്രക്കാരുടെ സൗകര്യത്തിനായി കുറേ ബെനിഫിറ്റ്സ്, കുറേ ഫെസിലിറ്റീസ് ഉണ്ട് സിൽവർ ലൈനിൽ. ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, ലഗേജ് റാക്സ്, എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഫോർ പാസഞ്ചർ കൺവീനിയൻസ്, വൈഫൈ, ട്രെയിൻ ആംബുലൻസ് ഫെസിലിറ്റീസ്, അതേപോലെ എർഗോണോമിക് കോച്ച് ലേഔട്ട്, റൊട്ടേറ്റിംഗ് റിക്ലൈനിങ് കംഫർട്ടബിൾ സീറ്റ്സ്, CCTV സർവൈലൻസ് ഫോർ സേഫ്റ്റി. പിന്നെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആൾക്കാർക്കായി റിസർവ്ഡ് സീറ്റിംഗ് ഏരിയ ആൻഡ് സ്പെഷ്യൽ ടോയ്ലറ്റ്സ് ഉണ്ട്, എക്സ്റ്റെൻഡബിൾ സ്റ്റെപ്പ് ഉണ്ട്, അതിലൊരു പാൻട്രി. ആൻഡ് ടു ഇൻക്രീസ് പാസഞ്ചർ കൺവീനിയൻസ് ദർ ആർ സെൽഫ് സർവീസ് ടിക്കറ്റ് കിയോസ്, ഓട്ടോമാറ്റിക് ഗേറ്റ്സ്. ദിസ് ഇസ് ദി ടൈം ചാർട്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് പോകുന്നതിൻ്റെ സിൽവർ ലൈനിൻ്റെ ടൈം ചാർട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു എറണാകുളം ഇറ്റ് ടേക്സ് ജസ്റ്റ് 1.5 hours, ലെസ് ദാൻ 1.5 hours. എറണാകുളം മുതൽ കാസർഗോഡ് പോകാൻ 1 hour 16 minutes എടുക്കുള്ളൂ. സിൽവർ ലൈനിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. എക്കണോമിക് ബെനിഫിറ്റ്സും എൻവിറോൺമെൻറ്റൽ ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്. എക്കണോമിക് ബെനിഫിറ്റ്സ് നോക്കിയാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മൾ പ്രസൻ്റ്ലി നമ്മൾ റാങ്ക് 28 ആണ്. നമ്മൾ ടോപ്പ് 10 വരണം എന്നാണ് നമ്മൾ എയിം. ഇറ്റ് വിൽ ഹെൽപ്പ് ഇംപ്രൂവ് ദി ഈസ് ഓഫ് ഡൂയിങ് ഇൻഡെക്സ് ഇൻ ദ സ്റ്റേറ്റ് ബൈ അട്രാക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് വിൽ ഓൾസോ ഓഫർ ഫിലിപ്പ് ടു ടൂറിസം. ദാറ്റ് ഈസ് കുറേ ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കൺവീനിയൻറ്റ് മോഡ് ഓഫ് ട്രാവൽ, ഫാസ്റ്റർ മോഡ് ഓഫ് ട്രാവലായി മാറും സിൽവർ ലൈൻ. ആൻഡ് അത് കാരണം കേരളയുടെ GSDP കൂടും. നമ്മൾ നോക്കിയതുപോലെ പ്രാദേശിക വികസനം, ബാലൻസ്ഡ് പ്രാദേശിക വികസനം നൽകും. പിന്നെ യു ക്യാൻ ഓൾസോ ഏൺ കാർബൺ ക്രെഡിറ്റ്സ്. കേരളത്തിൽ IT is at a nascent stage. So boost to IT, that is by connecting the 3 IT parks of Kerala. Silver Line is connecting the 3 IT parks of Kerala. It will also help in saving of fuel, faster freight movement, and it will also land acquisition. Silver Line project nightulla land acquisition will pump in rupees 13,265 crore to the affected regions. Employment during construction and post implementation stage-il 50,000 ഉള്ള ആൾക്കാർക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിലും ജോലി നൽകും. പിന്നെ 11,000 ആൾക്കാർക്ക് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലും ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Climate change in India represents an additional stress on a country that is already facing tremendous pressures due to rapid development. സിൽവർ ലൈനിന് കുറേ എൻവിറോൺമെൻറ്റൽ ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മൾ നോക്കിയതുപോലെ അതിൽ റെഡ്യൂസസ് പൊല്യൂഷൻ കംപ്ലീറ്റ്ലി ബിക്കോസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പവർഡ് ബൈ റിന്യൂവബിൾ എനർജി. ഇതിൽ ഇറ്റ് എൻകംപാസസ് ദ പ്രിൻസിപ്പൽ ഓഫ് അവോയ്ഡ് ഷിഫ്റ്റ് ഇംപ്രൂവ്, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ബൈ വെഹിക്കിൾസ്, പിന്നെ റീജുവിനേഷൻ ഓഫ് അബാൻഡൻ പാഡി ഫീൽഡ്സ്. ഇറ്റ് ഡസ് നോട്ട് പാസ് ത്രൂ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കും. ദറ്റ് ഈസ് 2.88 lakh ton by 2025 and 5.95 lakh ton by 2052. It helps India achieve net zero emission by 2070. ഇതിലെ പണിയുന്ന ബിൽഡിങ്സ് മൊത്തം ഗ്രീൻ ബിൽഡിങ്സ് ആണ്. ആൻഡ് ഇറ്റ് യൂസസ് ദ പ്രിൻസിപ്പൽ ഓഫ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. പിന്നെ പാഡി ഫീൽഡ്സ് പോലത്തെ ഏരിയാസിൽ ഇറ്റ് ട്രാവൽസ് ഓവർ വയഡക്ട്. വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഓഫ് സിൽവർ ലൈൻ ഇസ് ദാറ്റ് ഓഫ് റോൾ ഓൺ റോൾ ഓഫ് സർവീസസ്, wherein there are 80 wagons in a train, 6 trips per day. 480 trucks will be transported across the state. So this will the traffic இன்னுം കുറച്ചുകൂടെ കുറയ്ക്കും, ആക്സിഡൻറ്റ്സ് കുറയ്ക്കും, പൊല്യൂഷനും കുറയ്ക്കും, പിന്നെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കുറയ്ക്കും. And these services will be available at 120, the trains will be running at 120 km/h. So it is a faster, safer and comfortable mode of transport. Even though railway projectsന് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യേണ്ടെന്ന് NGT പറഞ്ഞാൽ പോലും സിൽവർ ലൈനിന് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.
കോംപ്രഹെൻസീവ് EIA ചെയ്യുന്നുണ്ട് ഇപ്പം. The EIA will help in identifying the impacts on the environment as well as suggesting mitigation measures. ഇതിനായി എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, എൻവിറോൺമെൻറ്റൽ മോണിറ്ററിംഗ് പ്ലാൻ ഉണ്ട്, ആൻഡ് എൻവിറോൺമെൻറ്റൽ എൻഹാൻസ്മെൻറ്റ് മെഷേഴ്സും എടുക്കുന്നുണ്ട്. Additionally, mapping of CRZ will be done, mangrove study will be done, obtaining of CRZ and forest clearance will also be done. For land requirement, there are 1383 hectares of land will be required, out of which 1198 hectares will be private land and 185 will be railway land, and it will be in accordance with the Right to Fair Compensation, Transparency in Acquisition, Rehabilitation, Resettlement Act of 2013. ഇതാണ് പ്രോജക്റ്റിൻ്റെ റവന്യൂ. ഇനീഷ്യൽ ഇയറിൽ മാത്രം we can notice that between when you tally in the loan repayment and expenditure, ഒരു 141 നമുക്കൊരു ഷോർട്ടേജ് പെടുന്നു. പക്ഷേ അടുത്ത വർഷം മുതൽ നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് സർപ്ലസ് ആണ് ലഭിക്കുന്നത്. Project cost distributed in development years, the amount of project cost, the total cost, the highest amount goes towards land and civil structures. Baki is rolling stock, signaling, traction and power supply, and others. Project financing, we can learn that Indian Railways equity ആയിട്ട് cash ഇടുന്നത് 2150 crore ആണ്, in the form of land 975, and the government of Kerala will be infusing 3253 crores. Public equity participation option is also there, out of which 4252 crores will be infused, and 33,700 crores will be obtained as loan from bilateral multilateral agencies. ബാക്കിയുള്ള ക്യാഷ് ഒക്കെ നമ്മൾ, ബാക്കിയുള്ള amount ഒക്കെ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ ടാക്സസ് ചെയ്യുന്ന ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പ്രോജക്റ്റിൻ്റെ FIRR, ഫൈനാൻഷ്യൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇസ് അറ്റ് 8.49%, which shows that it is a viable project. ഇതൊരു റെയിൽവേ പ്രോജക്റ്റ് ആയതിനാൽ it is not completely profit motivated. It also takes into account the convenience of the passengers. Equity IRR of the project is at 13.55%. The economic IRR of the project is at 24.04%, and it was calculated by taking into account the savings in travel time, accident cost savings, savings from vehicle operating cost, savings due to reduced environmental pollution, savings due to reduced road stress. ഇതിൽ നിന്ന് വരുന്ന റവന്യൂ, ടിക്കറ്റിൽ നിന്ന് 95% റവന്യൂ നമുക്ക് വരും, നോൺ ഫെയർ ബോക്സിൽ നിന്ന് 3%, ലാൻഡ് വാല്യൂ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്ഫർ ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് 2% റവന്യൂ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഡീറ്റെയിൽ ട്രാഫിക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതിൽ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ് എ റിയലിസ്റ്റിക് സെനാരിയോ ഓഫ് 79,934 people will be taking silver line in the first year itself, and by 2051-52 1,58,946 ആൾക്കാർ ഇതിലേക്ക് മാറുമെന്ന് റിയലിസ്റ്റിക് സെനാരിയോ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ICRA DMRCക്ക് കണ്ടക്ട് ചെയ്ത സ്റ്റഡി ഓൾസോ ഗേവ് എ റൈഡർഷിപ്പ് ഓഫ് 80,942, which corroborates with the study that we have done. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് റെയിലും റോഡും എയറും എല്ലാത്തിൻ്റെയും കണ്ടീഷൻ നമ്മൾ നോക്കി, സെനാരിയോ എങ്ങനെയാണെന്ന് നോക്കി, അതിലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് നോക്കി. This provides a comparison between the existing rail, road, and the scenario as to how it would be if silver line implement ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ സ്ലൈഡ് നൽകുന്നത്. അപ്പം സിൽവർ ലൈൻ ഈസ് നോട്ട് ദി ഓൺലി സൊല്യൂഷൻ. സിൽവർ ലൈനിനെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ഹൈവേസും കാണും, ലൈറ്റ് മെട്രോസ്, അതുപോലത്തെ കുറേ വേറെ ഇനീഷ്യേറ്റീവ്സും കാണും. ഇന്റർമോഡൽ സീംലെസ് ട്രാൻസ്ഫർ ഓഫ് പാസഞ്ചേഴ്സ് ആണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. താങ്ക് യു സർ. സിൽവർ ലൈൻ വന്നാൽ കേരളം ഒരിക്കലും പഴയ കേരളമാകില്ല. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് കേരയിൽ. അതുകൊണ്ട് തന്നെ ബഹുജനങ്ങൾക്ക് സ്വാഭാവികമായും പലതരം ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം സംശയങ്ങളും ആശങ്കകളും നിരവധി കേരളിൻ്റെ ഓഫീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ലൈവ് പ്രോഗ്രാമിൻ്റെ അടിയിൽ കമൻറ്റുകളായും നിരവധി ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി ചോദ്യങ്ങൾ പരിഗണിക്കുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്. ആദ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമെയിൽ വഴി കിട്ടിയ ചോദ്യങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ദോഹയിൽ നിന്ന് കൊണ്ടോട്ടി സ്വദേശിയായ അബ്ദുൾ റൌഫ് എന്ന ഒരാളുടെ ചോദ്യമാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം 4 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, നിശ്ചിത കാലയളവിന് ശേഷം ഈ പദ്ധതിയുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര റെയിൽവേക്ക് കേവലം 1 രൂപയ്ക്ക് നൽകണം. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര റെയിൽവേക്ക് വലിയ വിലക്കുള്ള ആസ്തിയാണ് ലഭ്യമാവുക.
51% ഓഹരി കൈവശമുള്ള കേരളത്തിന് വലിയ നഷ്ടമാണല്ലോ ഉണ്ടാവുക. കേരയിൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി അജിത് കുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നു. ഈ റെയിൽ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ റെയിൽവേ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ റെയിൽവേ പ്രോജക്റ്റുകൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, റെയിൽവേ ഓർഗനൈസേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ, അവർ ചെയ്യുന്ന വർക്കുകൾ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സ്റ്റേറ്റിലും ഇതുപോലുള്ള ജോയിൻറ്റ് വെഞ്ചർ കമ്പനികൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിലുള്ള റെയിൽവേ പ്രോജക്റ്റുകൾ കൂടുതലായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം, ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. അങ്ങനെ കേരള ഗവൺമെൻറ് സെലക്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, അതായത് റെയിൽവേ മിനിസ്ട്രി, കേരള ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഈ കേരള ഗവൺമെൻറ് ചെയ്യുന്ന, ഈ പ്രോജക്റ്റ് ചെയ്യുന്ന ഏജൻസി, അതൊരു SPV ആയിരിക്കും. ഈ SPV റെയിൽവേയുമായിട്ട് ഒരു കൺസെഷൻ എഗ്രിമെൻ്റ് ചെയ്യും. ആ കൺസെഷൻ എഗ്രിമെൻറ്റ് യൂഷ്വലി 30 കൊല്ലമാവാം, ചിലപ്പോൾ 50 കൊല്ലമാവാം. ഈ പ്രോജക്റ്റിന്, സിൽവർ ലൈൻ പ്രോജക്റ്റിന് അത് 50 കൊല്ലമാണ്. അതായത് ഈ 50 കൊല്ലം കൊണ്ട് ഈ സ്പെഷ്യൽ SPV ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ട്രെയിൻ ഓടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഈ ലോൺ എടുത്ത ക്യാപിറ്റലും അതിൻ്റെ ഇൻട്രസ്റ്റും പേ ബാക്ക് ചെയ്യണം. ഇതുകൂടാതെ കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൊടുത്ത ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് തിരിച്ചടയ്ക്കണം. ഇതെല്ലാം ഒരു 50 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കണം ഉള്ള പ്രതീക്ഷയിലാണ് എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ 50 കൊല്ലം കൊണ്ട് നമുക്ക് ഈ SPVക്ക് ഈ ലോണും എല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കൺസെഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ കൺസെഷൻ പീരീഡിൻ്റെ എൻഡിൽ ഈ SPVക്ക് ഒരു കടബാധ്യതയും ഉണ്ടാവില്ല. അപ്പം ബെനിഫിറ്റ് എന്താണ്? ഈ 50 കൊല്ലം കേരളത്തിൽ കൂടി ഈ പ്രോജക്റ്റ്, ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് നടക്കുമ്പോൾ അതുമായി ഒരുപാട് എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് കൂടുതൽ ആൾക്കാർക്ക് റോഡിന് പകരം റെയിൽ വഴി യാത്ര ചെയ്യാൻ പറ്റും, ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, പുതിയ ഇൻഡസ്ട്രീസ് വരും, കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് എക്കണോമിക് അഡ്വാൻറ്റേജാണ് ഈ പ്രോജക്റ്റ് വരുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ 50 കൊല്ലം കഴിഞ്ഞ് കൺസെഷൻ എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ ഈ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുവാണെങ്കിലും ഈ പ്രോജക്റ്റ് ഇവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം കേരളത്തിലെ ആൾക്കാർക്കും കിട്ടുന്ന ബെനിഫിറ്റ് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഈ SPVക്കോ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അബ്ദുൾ റൌഫിൻ്റെ തന്നെ രണ്ടാമത്തെ ചോദ്യം, പദ്ധതിക്ക് കണ്ടെത്തുന്ന പണത്തിൻ്റെ മുതലും പലിശയും അടക്കുന്നതിന് കേന്ദ്ര റെയിൽവേയുടെ പങ്ക് എന്താണ്? ഇത് ഈ ലോൺ എടുക്കുന്നതിൻ്റെ മുതലും പലിശയും തിരിച്ചടയ്ക്കേണ്ടത് ഈ SPV ആണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. അത് റവന്യൂവിൽ നിന്ന് അവർ അടച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അവർ ഫെയിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണേഴ്സാണ്, അതായത് കേരള ഗവൺമെൻറ്, റെയിൽവേ ആണോ അടയ്ക്കേണ്ടത്. പക്ഷേ ഈ സ്പെഷ്യൽ പ്രോജക്റ്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്ത് ഈ തിരിച്ചടവ് മൊത്തവും സ്റ്റേറ്റ് ഗവൺമെൻറ് വഹിക്കണമെന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ഈ SPV സിൽവർ ലൈന് മുതലും പലിശയും അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അടയ്ക്കും എന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച കൊച്ചി മെട്രോ നഷ്ടത്തിലാണല്ലോ. കേരളയിലും ഇതേ അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് കൊച്ചി മെട്രോയെയും സിൽവർ ലൈനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സിൽവർ ലൈനിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒരാളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂറോളം എടുക്കും. അതേപക്ഷം സിൽവർ ലൈനിൽ പോവുകയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ അത് നമ്മളൊരു 3.5 മണിക്കൂർ സേവ് ചെയ്ത് കഴിഞ്ഞു. അതേപക്ഷം മെട്രോയിൽ ആ ഒരു സേവിങ് എന്ന് പറയുന്നത് 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ആയിരിക്കും. പക്ഷേ ഇവിടെ സേവിങ്ങിൻ്റെ ടൈം സേവ്ഡ് ഒരുപാട് കൂടുതലാണ്, സബ്സ്റ്റാൻഷ്യലി ഹൈ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ, കാറിൽ പോകുന്ന ഒരാൾ
സ്വന്തം കാറും എടുത്തുകൊണ്ട് പോയാൽ ഏകദേശം കിലോമീറ്ററിന് 10 രൂപയാവും. പക്ഷേ സിൽവർ ലൈനിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 രൂപ 75 പൈസ അല്ലെങ്കിൽ 3 രൂപ ആ റേഞ്ചിലേ ആവും. അതായത് നമ്മൾ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെട്രോയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സേവിങ് ഇല്ല. പിന്നെ കംഫർട്ട് ലെവലും മെട്രോയിൽ നമ്മൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ട്രാവൽ ചെയ്യുമ്പോൾ കംഫർട്ടുണ്ട്, പക്ഷേ അതൊരു അപ്രീഷിയബിളായിട്ട് തോന്നിക്കില്ല. പക്ഷേ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഒരാൾക്ക് 12 മണിക്കൂറിന് പകരം ഇതിലൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫോർട്ട് ഇത് ഡിഫറെൻ്റാണ്. അതുകൊണ്ട് ഇത് കമ്പയറബിൾ അല്ല. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ റോഡുകളെല്ലാം ചോക്ക്ഡാണ്. നമ്മൾ റെയിലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ടിക്കറ്റ്സ് ആർ ഫുള്ള്, ബസ്സുകളെല്ലാം ഫുള്ളായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് യാത്ര ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കൊച്ചി മെട്രോ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട, ഈ ഇതുപോലുള്ള ഒരു ഇൻ്റർ സിറ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും. അബ്ദുൾ റൌഫ് ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാലാമത്തേത് ഒരു ചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമാണ്. എയർപോർട്ടുകളുമായുള്ള ലിങ്ക് സർവീസുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ഇത് റെയിൽവേയുമായി ഏറെ അകലെയുള്ള കോഴിക്കോട് എയർപോർട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ എയർപോർട്ടുകളുമായി നമുക്കൊരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി സംവിധാനം ഉണ്ടായിരിക്കണം. ഓരോ ട്രെയിനും ഒരു ബസ്സോ വാനോ ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉണ്ടായിരിക്കുക. അതും ഒരു സിംഗിൾ ടിക്കറ്റ് ഫെയർ സിസ്റ്റം അനുസരിച്ച്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകേണ്ട ഒരാൾക്ക് ആ ലാസ്റ്റ് മൈലിലുള്ള ഒരു കണക്ടിവിറ്റിയും കാണും, അതിനുള്ള ടിക്കറ്റും ഈ മെയിൻ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇമെയിലിൽ ലഭിച്ചതാണ്. അക്ഷയ് അശോക് എന്ന പേര് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം, മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ നമ്മുടെ സിൽവർ ലൈനിനേക്കാളും ദൂരം കുറവും സ്റ്റോപ്പുകളുടെ എണ്ണം കൂടുതലുമാണ്. എന്നിട്ടും അവർ അവിടെ ഹൈസ്പീഡ് റെയിൽ ആണ് നിർമ്മിക്കുന്നത്. ഇവിടെ കേരയിൽ പറയുന്ന കാരണം ഫുൾ സ്പീഡ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. അവിടെ നമ്മുടെ ഇതിനേക്കാൾ ലിമിറ്റിംഗ് ആയിട്ടും അവർക്ക് പിന്നെ എങ്ങനെയാണ് ഹൈസ്പീഡ് റെയിൽ നിർമ്മിക്കാൻ കഴിയുന്നത്? ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം 11 സ്റ്റോപ്പുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നമ്മുടെ പോപ്പുലേഷൻ ആൾക്കാർ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം എല്ലാ സ്റ്റേഷനിലും ഏകദേശം ഒരുപോലുള്ള ജനസാന്ദ്രതയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തിയിട്ട് പോകണം. അതാണ് നമുക്ക് വേണ്ടുന്ന സംവിധാനം. അങ്ങനെ വരുമ്പം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ കൊല്ലത്ത് 55 കിലോമീറ്റർ ദൂരം 350 കിലോമീറ്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ നിർത്താനുള്ള സമയം എത്തിക്കഴിഞ്ഞു. അപ്പം അതായത് ഈ 11 നമ്മൾ ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ 10 നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ഈ 350 കിലോമീറ്റർ സ്പീഡിൽ വേണ്ട ഹൈ സ്പീഡ് സിസ്റ്റം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഹൈ സ്പീഡ് റെയിൽ സിസ്റ്റത്തിന് ഏകദേശം ഈ പ്രോജക്റ്റിന് ഏകദേശം 1,00,000 കോടിക്ക് മേൽ കോസ്റ്റാകും. അതായത് ഒരു കിലോമീറ്ററിന് ഏകദേശം 250 കോടിക്ക് മേൽ ഹൈ സ്പീഡാണെങ്കിൽ ചിലവാകും. അതേപക്ഷം ഈ സെമി ഹൈ സ്പീഡിനാണെങ്കിൽ 120 കോടിയാണ്. അതായത് ഏകദേശം അതിൻ്റെ പകുതിയോളം. അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് ഫെയറും പകുതിയാവും. അതായത് 2 രൂപ 75 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഹൈ സ്പീഡായിരുന്നെങ്കിൽ 5 മുതൽ 6 രൂപയ്ക്ക് ആവും. ഇതായിരുന്നു DMRC ചെയ്ത ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഹൈ സ്പീഡിന് വേണ്ടി DMRC ചെയ്ത ഒരു DPRനകത്ത് ഒരു 5 രൂപ മുതൽ 6 രൂപയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് കേരളത്തിലെ ആൾക്കാർ കുറച്ചുകൂടെ കൺസർവേറ്റീവാണ്. ടിക്കറ്റ് ഫെയർ കൂടുതലാണെങ്കിൽ ആൾക്കാർ കുറച്ചേ യാത്ര ചെയ്യൂ. അതുകൊണ്ട് ടിക്കറ്റ് ഫെയർ എത്രയും കുറച്ച് കൊണ്ടുവരിക, അതും ഒരു പ്രൈം റിക്വയർമെൻറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരള ഗവൺമെൻറ് എടുത്ത ഒരു ഡിസിഷനാണ്, നമുക്ക് ഹൈ സ്പീഡ് വേണ്ട, അതിന് പകരം ഒരു സെമി ഹൈ സ്പീഡ് മതി. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കുറവായിരിക്കും, ടിക്കറ്റ് ഫെയറും അഫോർഡബിൾ ആയിരിക്കും. അടുത്ത ചോദ്യം ദോഹയിൽ നിന്ന് തന്നെയാണ്. MV ഗണേശൻ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ വന്നാൽ നിലവിലെ ട്രെയിൻ സർവീസുകളെ അത് ബാധിക്കില്ലേ?
അത് നിലവിലെ ഈ ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനത്തെ ബാധിക്കില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയുന്നത് സിസ്ട്രയുടെ പ്രോജക്ട് ഡയറക്ടർ എം സ്വയംഭൂ ലിംഗം. Revenue reduction, what is foreseen here, we have made a detailed study of what are the benefits that will occur to Indian Railways if you change over some trains from Indian Railway track to Silver Line track. Basically, long distance intercity services have been programmed to be shifted to Silver Line, which will release a lot of path for running additional trains, including long distance train towards Delhi, Mumbai and all. In addition, it will release the capacity for running additional freight trains. In fact, there are a lot of upcoming ports are coming. Villinjam and number of other freight terminals are coming. Industrial corridors are coming in this state, which will generate more traffic. So we will be able to run more freight trains on the least capacity, which will be overall beneficial to Indian Railways. So after detailed study, we find that by running trains on Silver Line, we will be able to get more earnings to Indian Railways, and there's absolutely no reduction in earnings to Indian Railways. So detailed estimates have been made and detailed study has been made, and there are a large number of other benefits also that Indian Railways will get by having Silver Line. Like, the level crossings will get eliminated, and long pending demands, there are heavy demands are there for running additional trains. So additional express trains can be run on the Indian Railways. Like that, overall, it is beneficial to Indian Railways. അടുത്ത ചോദ്യം ശശിധരൻ കല്ലേലിൽ എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഭൂരിഭാഗം ആളുകളും കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എതിരാണല്ലോ, അല്ലെങ്കിൽ സിൽവർ ലൈൻ കേരളത്തിന് അത്യാവശ്യമുള്ള ഒരു സംഗതി അല്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പിന്നെ ഈ കേരളയിൽ സിൽവർ ലൈൻ്റെ DPRൽ പറയുന്ന ഈ യാത്രക്കാരുടെ എണ്ണവും അതുപോലെ റവന്യൂ അല്ലെങ്കിൽ ഈ സിൽവർ ലൈൻ്റെ വരുമാനം സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് കേരളയിലെ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ടുള്ള പ്രശാന്ത് സുബ്രഹ്മണ്യം വിശദമായി മറുപടി പറയുന്നതാണ്. ഈ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളും ഈ പദ്ധതിക്ക് എതിരാണ് എന്നത് ഇത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സിൽവർ ലൈൻ അല്ലെങ്കിൽ റെയിൽവേ പദ്ധതിയെ അനുകൂലിക്കുന്നവരാണ്. ഏതൊരു പദ്ധതി നാട്ടിൽ വരുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള പദ്ധതികൾ വരുമ്പോൾ എതിർത്തിട്ടുള്ള അത്തരം ആൾക്കാർ തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതിക്കും മറ്റും സമരരംഗത്തോട്ടും പ്രതിഷേധങ്ങളുമായിട്ട് വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഇപ്പം കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന മെയിലുകളായാലും ഇതിൽ വരുന്ന ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് എല്ലാം നോക്കുമ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. കേരളത്തിന് തെക്ക് മുതൽ വടക്ക് വരെ ഒരു അർദ്ധതിവേഗമോ അതിവേഗ റെയിൽപാത വേണ്ട എന്ന് ഒരു ചർച്ചകളോ ഡിബേറ്റുകളോ സംഘടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. എല്ലാ ജനങ്ങൾക്കും ഒരു അതിവേഗ റെയിൽപാത വേണം. അത് എങ്ങനെ വേണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗേജോ അതിൻ്റെ മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളോ അതൊരു കാര്യമാണ്. പക്ഷേ അവർ ജനങ്ങളും ഈ ഒരു പദ്ധതിയെ അനുകൂലിക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ DPR ഒരു എന്താ പറയുക തട്ടിക്കൂട്ടാണ്, അങ്ങനെയുള്ള ജനറലായിട്ടുള്ള ആരോപണങ്ങൾ പൊതുവെ ഏതൊരു പദ്ധതിക്കും വരാറുണ്ട്. ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് ഒരു പഠനം നടത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെ പഠനങ്ങൾ നടത്തണം വെച്ചിട്ടുള്ള ഏജൻസിയാണ്. അവരുടെ നേതൃത്വത്തിൽ നമ്മളൊരു ട്രാഫിക് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു 2019 ഡിസംബർ മാസത്തിൽ. കേരളത്തിൽ പോകുന്ന എല്ലാ റോഡുകളിലും പ്രധാനപ്പെട്ട റോഡുകൾ, ട്രെയിന്, ഈ കാറുകൾ, അതിന് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ, അങ്ങനെ ഒരുപാട് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുണ്ട്. അതെല്ലാം നടത്തി അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു മോഡൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ റൈഡർഷിപ്പ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുന്നേ പഠിച്ചിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാം, DMRC ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൈഡർഷിപ്പ് നമുക്ക് 2020 ഏകദേശം ഇതേ തന്നെ 2020 ഏകദേശം 80,000-ൽ കൂടുതൽ ആൾക്കാർ 5 രൂപ ഫെയറിൽ കേരളത്തിൽ സഞ്ചരിക്കാനുണ്ടെന്നാണ് ആ കണക്ക് പറയുന്നത്. അപ്പം ട്രാഫിക് പഠനം അതിൻ്റെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളായി ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഇതൊരു ബേർഡൻ ആകുമോ എന്ന് ചോദിച്ചാൽ, ഇതൊരു ടെക്നിക്കലി പറയാനുള്ളത് റവന്യൂ വരുമാനമുള്ളൊരു പദ്ധതിയാണ്. റവന്യൂ വരുമാനമുള്ളൊരു പദ്ധതി
ഇത് ഞങ്ങൾ കണക്കാക്കിയതിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കിയിരിക്കുന്ന 8.49%. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ റെയിൽവേ പദ്ധതികൾക്ക് 8.49 എന്നുള്ളൊരു നല്ലൊരു ഫിഗറാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൊണ്ട് തന്നെ ഇതിലെടുക്കുന്ന ലോണുകളെ നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നാണ് അത് പറയുന്നത്. അതുകൂടാതെ ഇത്തരം പൊതുഗതാഗത സംവിധാനങ്ങൾ നമ്മളെപ്പോഴും ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര കോടി രൂപ കിട്ടുന്നു എന്നുള്ള രീതിക്കല്ല നമ്മളത് വിലയിരുത്തേണ്ടത്. ഇതിനെ ഒരു എക്കണോമിക്കൽ വശമുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഇത്തരം പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനൊരു എക്കണോമിക്കൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 24% ആണ്. ഇന്ത്യ ഗവൺമെൻറ് സാധാരണ കണക്കാക്കുന്നത് 24% കൂടുതൽ എക്കണോമിക്കൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള പദ്ധതികൾ പൊതുവെ നല്ല പദ്ധതികൾ എന്നാണ്. അപ്പോൾ സമൂഹത്തിൽ സിൽവർ ലൈൻ വരുന്നത് കൊണ്ട് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ പശ്ചാത്തല വികസന മേഖലയിൽ ഒരു പുതിയ കാൽവെപ്പ് തന്നെയായിരിക്കും സിൽവർ ലൈൻ എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നൈസാമുദ്ദീൻ എന്നൊരാളുടെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരുപാട് പാവങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ വികസന പദ്ധതി ആർക്ക് വേണ്ടിയാണ്? കേരളയിൽ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇപ്പം കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കാണോ മിഡിൽ ക്ലാസ് ആണോ ഒരു വരേണ്യവർഗത്തിനാണോ അങ്ങനെ ഒരു വേർതിരിവില്ല. ഇത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നൊരു പദ്ധതിയാണ്. അതൊരു പക്ഷേ നമുക്ക് ഇത്തരം പദ്ധതികൾ കടന്നു വരുമ്പോൾ പണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ അന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം ഇത് വരേണ്യവർഗത്തിനുള്ളതാണ്, അതിപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാവപ്പെട്ടവരാണോ സാധാരണ ജനങ്ങളാണോ എന്നുള്ള വേർതിരിവില്ല, എല്ലാവരും അത് ഉപയോഗിക്കുന്നു. ഇപ്പം ഒരു 10 വർഷം മുന്നോ ഒരു 15 വർഷം മുന്നോ നമുക്ക് ആർക്കും ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത, അതൊരു വരേണ്യവർഗത്തിന്, ഒരു മധ്യവർഗത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അത് യൂസ്ഡായി ഇന്ന് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുതിയ ടെക്നോളജി വരുമ്പോൾ അതിലോട്ടൊരു ഷിഫ്റ്റ്, ആ ഒരു മാറ്റം എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് കഴിഞ്ഞത് എല്ലാവരും ഇത്തരം സംവിധാനങ്ങളിൽ ഇത്തരം വേഗമേറിയ സംവിധാനം, നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇന്നും നിന്നിടത്ത് നിൽക്കുന്ന ആൾക്കാരല്ലോ. നാളെ ഒരു മാറ്റം വരുമ്പോൾ ആ മാറ്റത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവരാണ് മലയാളികൾ, ലോകത്തെല്ലായിടത്തുമുള്ളവർ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക്, കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് എന്നാണ് പറയാനായിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് കുടിയൊഴിപ്പിക്കേണ്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു ചോദ്യത്തിൽ. ഇതിപ്പം പണ്ടത്തെ കാലഘട്ടം, നേരത്തെയുള്ളൊരു സ്ഥിതിവിശേഷമല്ല ഇന്ന്. 2013 ശേഷം ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട്. 2013 ലാറ ആക്ട് എന്നുള്ള ഒരു ആക്ടിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് ഇത് മുഖാന്തരം മാറ്റി പാർപ്പിക്കപ്പെടേണ്ട ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം, ആ റൂളിൽ പറയുന്ന നല്ലൊരു നഷ്ടപരിഹാരം, അതിനു പുറമെ പുനരധിവാസവും എല്ലാം ഉറപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുക എന്നും കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം നിജോ ജോസഫ് എന്ന ഒരാളുടേതാണ്. അദ്ദേഹം 5 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ജൈക്ക തരുന്ന വായ്പയ്ക്ക് ചരടുകളുണ്ടോ? ഗേജ് തിരഞ്ഞെടുക്കുന്നതിൽ ജൈക്കയ്ക്ക് പങ്കുണ്ടോ? എന്തുകൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ വേണ്ടെന്ന് തീരുമാനിച്ചു? എന്തുകൊണ്ട് കേന്ദ്ര റെയിൽവേക്ക് 3ാം റെയിലിനും 4ാം റെയിലിനും വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകി കേന്ദ്രവുമായി സഹകരിച്ച് ഇൻ്റർ സ്റ്റേറ്റ് ഹൈസ്പീഡ് റെയിൽവേ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കാൻ സംസ്ഥാനം മടിക്കുന്നത്? പ്രൊജക്ട് കോസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റഡും പ്രൊജക്ട് ഡ്യൂറേഷൻ വെരി ഷോർട്ടുമായി കാണിക്കുന്നു, എന്തുകൊണ്ട്? മാനേജിംഗ് ഡയറക്ടർ വി അജിത് കുമാർ മറുപടി പറയും. ജയിക്ക തരുന്ന വായ്പയ്ക്ക് ചരടുകൾ ഉണ്ടോയെന്ന് വെച്ചാൽ ചരട് ഉള്ള വായ്പയും ഉണ്ട്, ചരടില്ലാത്ത വായ്പയുണ്ട്. ദാറ്റ് ഈസ് ടൈഡ് ലോൺസും ഉണ്ട്, അൺടൈഡ് ലോൺസും ഉണ്ട്. ടൈഡ് ലോൺസ് ആണെങ്കിൽ ഏകദേശം അവർ തരുന്ന ലോണിൻ്റെ ഒരു 30% ആ കൺട്രിക്ക്, അതായത് ജപ്പാനിൽ ഉള്ള കമ്പനീസിന് ഓർഡർ കൊടുക്കണമെന്നാണ് ടൈഡ് ലോൺ. അങ്ങനെ വരുന്ന ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് വെറും കുറവാണ്, 0.1%, 0.2% ആണ്. അൺടൈഡ് ലോൺസ് ഉണ്ട്, അതായത് ഒരു കണ്ടീഷനും ഇല്ല അവിടെ, അതായത് ജപ്പാനിലെ കമ്പനികൾക്ക് ഓർഡർ കൊടുക്കണോ ഇല്ലേ എന്നുള്ള കണ്ടീഷൻസ് ഇല്ല. അങ്ങനെയുള്ള ലോണിന് 1 മുതൽ 2% വരെ ഇൻട്രസ്റ്റ് റേറ്റാണ്. അപ്പോൾ ഈ 2 സംവിധാനം അവർക്കുണ്ട്. ഇത് ഏത് സംവിധാനം വേണം, ടൈഡ് വേണോ അൺടൈഡ് വേണോ എന്നുള്ളത് നമ്മൾ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ പ്രോജക്റ്റുകൾക്കും ടൈഡ് ലോണാണ് എടുത്തിരിക്കുന്നത്, കാരണം അതിൻ്റെ
അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെറും കുറവാണ്. അത് ഈ ഇതുപോലുള്ള ഈ റിട്ടേൺസ് കുറവുള്ള പ്രോജക്റ്റുകൾ നടത്തുന്നതിന് ടൈഡ് ലോൺസ്, അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഗേജ് തിരഞ്ഞെടുക്കുന്നതിൽ ജൈക്കയ്ക്ക് പങ്കുണ്ടോ? ഇല്ല. നമ്മൾ ഗേജ് തിരഞ്ഞെടുക്കുന്നത് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ടിംഗ് അതോറിറ്റിയാണ്. പ്രോജക്റ്റ് എക്സിക്യൂട്ടിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ കെയർ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ വേണ്ടാന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഈ വന്ദേ ഭാരത് ട്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഇത്രയും നാളായിട്ട് 2 ട്രെയിനേ ഓടുന്നുള്ളൂ. നമുക്ക് വേണ്ടുന്നത് ഏകദേശം എത്രയാണ്, 24 ട്രെയിൻ സെറ്റ്സാണ് വേണ്ടുന്നത്. 27 ട്രെയിൻ സെറ്റ്സാണ് വേണ്ടുന്നത്. അതുപോലെ നമ്മുടെ സ്പീഡ് 220 കിലോമീറ്റർ സ്പീഡിലുള്ള ട്രെയിനുകളാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വന്ദേ ഭാരത് അതിനു വേണ്ടി നമ്മുടെ റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യില്ല. അതുപോലെ വന്ദേ ഭാരത് ട്രെയിന് ഇന്ത്യൻ റെയിൽവേക്ക് കൊടുക്കാൻ തന്നെ എത്രയോ കൊല്ലങ്ങളെടുക്കും ഇനിയും. എന്തുകൊണ്ട് കേന്ദ്ര റെയിൽവേക്ക് 3-ാം റെയിലും 4-ാം റെയിലും വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകി കേന്ദ്രമായി സഹകരിച്ച് ഇൻഡർസ്റ്റേറ്റ് സെമി ഹൈസ്പീഡ് നിർമ്മിക്കാൻ സംസ്ഥാനം മടിക്കും? അത് തന്നെയാണല്ലോ നമ്മളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഇന്ത്യൻ റെയിൽവേക്ക് പാരലായിട്ടുള്ള 3rd-ഉം 4th ലൈനാണ് ഈ പറയുന്ന സിൽവർ ലൈൻ എന്ന് പറയുന്നത്. അത് നോർത്ത് കേരളയിൽ അതിപ്പോൾ ഉള്ള റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ടത് 3-ഉം 4-ഉം ലൈനായിട്ട്, സൗത്ത് കേരളയിൽ ഒരുപാട് വളവുകൾ ഉണ്ടായതുകൊണ്ട് അവിടെ സമാന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് മാറി 3-ാമത്തെ 4-ാമത്തെ ലൈൻ ഇട്ടു. അതാണ് ഇപ്പം ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റെയിൽവേ പറഞ്ഞ കണക്ക് തന്നെ റെയിൽവേയുടെ ചെയർമാൻ ഇവിടെ വന്നപ്പോൾ ഉള്ള ഡിസ്കഷനെ അനുസരിച്ചാണ് ഈ 3-ഉം 4-ഉം ലൈൻ ഇട്ടേക്കുന്നത്. 3-ഉം 4-ഉം ലൈൻ ഇവിടെ സൗത്ത് കേരളയിൽ കുറച്ച് മാറിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും സാർ ഇത് സിൽവർ ലൈൻ ഒരു 3-ഉം 4-ഉം പാതയാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇതൊരു വേറെ എന്തോ ഒരു സംവിധാനമാണെന്നുള്ളതിലാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ 3-ഉം 4-ഉം ലൈൻ തന്നെയാണ് സിൽവർ ലൈൻ എന്നുള്ളൊരു ഇതിലേക്ക് പറയാം. അത് തന്നെയാണ്. പക്ഷേ അതൊരു ഒന്ന് ബ്രോഡ് ഗേജും ഒന്ന് സ്റ്റാൻഡേർഡ് ഗേജും ആണ്. എന്നിരുന്നാലും അത് റെയിൽവേ ലൈനാണ്. അത് ഇപ്പോൾ ഉള്ള 2 കൂടുതലുള്ളത് 3-ാമത്തേതും 4-ാമത്തെ ലൈൻ തന്നെയാണ്. പ്രോജക്റ്റ് കോസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റഡ് ആണ്, പ്രോജക്റ്റ് ഡ്യൂറേഷൻ സ്മോൾ ആണെന്ന്, ഇതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്നെനിക്കറിയില്ല. പ്രോജക്റ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടാണ്. പല പ്രോജക്റ്റുകൾക്ക് ഉള്ള റേറ്റുകൾ കമ്പയർ ചെയ്തിട്ടാണ്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ റേറ്റുണ്ട്, MOUD ഇഷ്യൂ ചെയ്ത റേറ്റുണ്ട്, ബെഞ്ച് മാർക്ക് റേറ്റ് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് റേറ്റുമായിട്ട് താരതമ്യപ്പെട്ട് അത് തന്നെയാണ് ഈ റേറ്റും. അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ഹൈ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്താൽ ചിലപ്പോൾ ഇത് അണ്ടർ എസ്റ്റിമേറ്റഡ്. പക്ഷേ നമ്മൾ ഹൈ സ്പീഡല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു, നിതി ആയോഗ് പറഞ്ഞു, പലരും പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഹൈ സ്പീഡിൻ്റെ കോസ്റ്റാണ്. 1 ലക്ഷത്തിന് മേലാവും എന്ന് പറയുന്നത് ഹൈ സ്പീഡിൻ്റെയാണ്. സെമി ഹൈ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് കുറവാണ്. നമ്മൾ കേരളത്തിലിപ്പോൾ ഒരു റെയിൽവേ ലൈൻ ചെയ്യുന്നത് ഡബിളിങ് ചെയ്യുന്നതിന് ഏകദേശം 30 കോടി 1 കിലോമീറ്ററിനാവുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ചെയ്യുമ്പോൾ അതിന് ഡബിൾ ലൈൻ 110 കിലോമീറ്റർ ഫ്രൈറ്റും 160 പാസഞ്ചർ ഓടിക്കാൻ പറ്റിയ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ കോസ്റ്റ് 40 crore 1 കിലോമീറ്ററിനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 120 കോടി 1 കിലോമീറ്ററിന് 120 കോടി എന്ന് പറയുന്ന ഇത് ഹൈലി ജസ്റ്റിഫൈഡ് റേറ്റാണ്. അതുപോലെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ വെരി ഷോർട്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഈ അടുത്ത കാലത്ത് കാൺപൂർ മെട്രോ ഒരു സെക്ഷൻ, ഒരു 9 കിലോമീറ്ററിൻ്റെ ഒരു സെക്ഷൻ ഏകദേശം 2 കൊല്ലവും 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പം പുതിയ പ്രോജക്റ്റുകളൊക്കെ എല്ലാവരും ചെറിയ ടൈം ഫ്രെയിമിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്. അടുത്ത ചോദ്യം അഷ്റഫ് പറമ്പിൽ എന്ന ഒരാളുടേതാണ്. കേരളിൻ്റെ നിർദ്ദിഷ്ട അലൈൻമെൻറ്റിൽ കുത്തനെയുള്ള വളവുകളും കയറ്റിറങ്ങുകളും ഉണ്ടെന്നും ഈ പറയുന്ന സ്പീഡ് കിട്ടില്ലെന്നും ആക്ഷേപമുണ്ടല്ലോ. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. ഉത്തരം പറയുന്നത് സിസ്റ്ററുടെ പ്രോജക്റ്റ് ഡയറക്ടർ. ഈ സിൽവർ ലൈൻ കോറിഡോറിൽ 530 കിലോമീറ്റേഴ്സിൽ ടോട്ടൽ 196 കർവ്സ് ഉണ്ട്.
அந்த 196 வளைவில் 16 கர்வு 1850 மீட்டர் ரேடியஸ், 10 கர்வு 1900 மீட்டர் ரேடியஸ், பின்ன 16 கர்வு 2000 மீட்டர் ரேഡിയസ്. ടോട്ടൽ ചെയ്യുമ്പോൾ 42 കർവ് മാത്രമേ ഷാർപ്പ് കർവാണ്. അതുകൂടെ ഷാർപ്പ് കർവ് എന്ന് പറയാൻ പാടില്ല, ബിക്കോസ് ദർ ഓൾസോ പെർമിറ്റഡ് സ്പീഡ് ഈസ് 220 km/h. സോ അലൈൻമെൻറ്റ് കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വി ഹവ് കെപ്റ്റ് ദി നമ്പർ ഓഫ് കർവ്സ് ടു ദി വെയർ മിനിമം. Anyway, 196 curves in 530 km. It comes to only 3 per km or something like that. So the alignment has been very carefully designed. The curves korave undu, so it's safe to run at 220 km/h. Thank you. ഒരു ചോദ്യം കൂടി നിതിൻ സുരേഷ് കൊല്ലത്ത് നിന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം സാധാരണ എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യമാണ്, കേരളത്തിൽ എല്ലാവർക്കുമുള്ള ഒരു ആശങ്കയുമാണ്. ഈ സിൽവർ ലൈൻ വന്നാൽ അത് കേരളത്തെ രണ്ടായി മുറിക്കില്ലേ? ഇരുവശത്തേക്കും സഞ്ചരിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാകും സിൽവർ ലൈനിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് സിസ്ട്രയുടെ പ്രോജക്ട് ഡയറക്ടർ. This silver line, as I told, the alignment has been very carefully planned, and we have kept it on embankment, very shallow embankment, some viaducts forming quite a large stretches, and tunnels and cut and cover. So basically, the embankment at the locations of embankment and cutting, we have planned to have fencing. Fencing means see-through fencing. It is only to prevent stray animals and all entering into it. And we have planned to have cross passages at distance not exceeding 500 meters. That means at every 500 meter or less, many places maybe it will be less, we will be having a cross passage. And when you look at the number of crossings what you have planned, it comes to almost like, on an average, it comes to 3.4 crossings per kilometer. That means on an average people can cross the track whether by a subway or an overbridge or a small pedestrian way within 300 meters. So there's no necessity to get worried, and we are not creating any obstruction for the people to cross. And also we have provided adequate number of waterways for the water to flow freely, and it will not divide the state. It will only it is like in Indian Railways. In fact, Indian Railways is having very tall, mostly embankments. So they are having level crossings, and here we don't have level crossings. It is more safe to cross either through ROB or a road underbridge or a pedestrian pathway, and so there's no necessity to get worried. It will not divide the state. It will allow, in fact, more freely people to go safely to cross from one place to other. Thank you. ഒന്ന് വിശദീകരിക്കാം സാർ. ഇതിപ്പോൾ നാടിനെ രണ്ടായി വിഭജിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വരുന്നൊരു ആരോപണം. അപ്പം ഇത് ഒരു എംബാങ്ക്മെൻ്റ് എന്നുള്ളൊരു കൺസ്ട്രക്ഷൻ, എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ നോർമലി ഇപ്പം പോകുന്ന ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകൾ കേരളത്തിലുള്ളത് 95% എംബാങ്ക്മെൻറ്റിലാണ്. അതായത് ഭൂമിയുടെ പ്രതലത്തിലൂടെ ഒരു മൺതിട്ടയിൽ പോകുന്നതിനെയാണ് എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു നാടിനെ വിഭജിക്കുകയാണെങ്കിൽ, ഇപ്പം കേരളം ഓൾറെഡി രണ്ടായി വിഭജിച്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് തെക്ക് വടക്ക് ഒരു റെയിൽവേ ലൈൻ ഉണ്ട്, അതുകൂടാതെ ഒരു നാഷണൽ ഹൈവേ ഉണ്ട്. അത് വന്നതുകൊണ്ട് ഒരിക്കലും നാട് വിഭജിക്കുകയില്ല. ഇപ്പോൾ സിൽവർ ലൈനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 137 കിലോമീറ്റർ നമ്മൾ വയഡക്റ്റിലും ടണലിൽ ആണ് പോകുന്നത്. ബാക്കി വരുന്ന പ്രദേശങ്ങളിൽ എംബാങ്ക്മെൻറ്റ് വരുന്നുണ്ട്. ഒബ്വിയസ്ലി അവിടെ ഒരു ഫെൻസിൻ വരും. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ റൂൾ അനുസരിച്ചിട്ട് 140 കിലോമീറ്റർ വേഗത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളുടെ ഇരുവശങ്ങളും ഫെൻസിൻ, ഒരു വേലി കൊടുക്കണമെന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ റൂള്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രദേശവാസികൾക്കോ അവിടുത്തെ വന്യമൃഗങ്ങൾക്കോ ആ ട്രാക്കിനകത്തോട്ട് പ്രവേശിച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ഒരു നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫെൻസിൻ കൊടുക്കുമ്പോൾ നമുക്കെങ്ങനെ ഈ വശത്തുള്ള ആൾക്കാർക്ക് മറുവശത്തേക്ക് കടക്കാമെന്നുള്ളൊരു വ്യാകുലതയാണ് പൊതുവെ കേട്ടുവരുന്നത്. അതിന് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 137 കിലോമീറ്ററിൽ വയഡക്റ്റിലോ ടണലിലോ പോകുന്ന പ്രദേശങ്ങളിൽ ഈ പ്രശ്നമില്ല. എംബാങ്ക്മെൻറ്റ് വരുന്ന സ്ഥലങ്ങളിൽ
നിലവിലുള്ള എല്ലാ റോഡും അതുപോലെ തന്നെ നിലനിർത്തും. ഇപ്പം പോകുന്ന റോഡിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തുകൊണ്ടോ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല, അതിനൊന്നോ അണ്ടർപാസിലൂടെയോ മുകളിലൂടെ ബ്രിഡ്ജിലൂടെയോ ജനങ്ങൾക്ക് ഇപ്പം പോകുന്ന അതേ ഫെസിലിറ്റി അവിടെ ഉണ്ടാവും. അതുകൂടാതെ കുറച്ച് കൂടുതൽ ദൂരം ഒരു റോഡില്ലെന്ന് വെച്ചാൽ ഓരോ 500 മീറ്ററിലും അതിന് അണ്ടർപാസ് കൊടുക്കും, അഡീഷണൽ ആയിട്ട് ഒരു സബ്വേ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കൊടുക്കാൻ. അതുകൂടാതെ ഓവർ ബ്രിഡ്ജോ കൊടുത്തുകൊണ്ടായിരിക്കും സിൽവർ ലൈൻ പണിയുക എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബോബി തരകൻ എന്ന ഒരാളുടേതാണ് അടുത്ത ചോദ്യം. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിന് ഇപ്പോൾ 11 മണിക്കൂർ കൊണ്ട് എത്താം. ഇതിൽ ഏകദേശം 45 സ്റ്റോപ്പുകളുണ്ട്. ഇതിൽ 40 സ്റ്റോപ്പ് എടുത്തു കളഞ്ഞാൽ ആവറേജ് 7 മിനിറ്റ് ലാഭിക്കാൻ പറ്റും. ഏകദേശം അങ്ങനെ 40 സ്റ്റോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 4.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം മംഗലാപുരം എത്താമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്താം. അല്പം സ്പീഡ് കൂട്ടിയാൽ 5 മണിക്കൂർ കൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് സാധിക്കും. വെറും 1 മണിക്കൂർ ലാഭിക്കാനാണ് 1 ലക്ഷം കോടി ചെലവാക്കുന്നത്. യാത്രാ ചെലവ് 800 രൂപയിൽ താഴെ നിർത്തുകയും ചെയ്യാം. ഇനി കേരളയിൽ ഓടിയാലും കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവസാനം കാസർഗോഡ് എത്താൻ 12 മണിക്കൂർ തന്നെ എടുക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാനേജിംഗ് ഡയറക്ടർ മറുപടി പറയും. ഈ കണക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഓടുന്ന ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിൻ എന്ന് പറയുന്നത് രാജധാനി എക്സ്പ്രസ്സാണ്. രാജധാനി എക്സ്പ്രസ്സിൻ്റെ മൺസൂൺ ടൈമിംഗാണ്, ടൈം ടേബിളാണ് ഇപ്പം. ഇന്നും രാജധാനി ഓടുന്നുണ്ട്. ഇന്ന് രാജധാനി 2:30 ആഫ്റ്റർനൂൺ, അതായത് 14:30 അവേഴ്സിന് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടു. അത് കാസർഗോഡ് എത്തുന്നത് നാളെ രാവിലെ, അതായത് മിഡ് നൈറ്റ് 12:44 AM ആണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ എടുക്കുന്നത് 10 മണിക്കൂറും 14 മിനിറ്റുമാണ്. അതിനെത്ര സ്റ്റോപ്പുണ്ട്? ഏകദേശം 9 സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഏറ്റവും സ്പീഡായ ട്രെയിന് 9 സ്റ്റോപ്പുള്ള ഒരു ട്രെയിന് അതിൻ്റെ മാക്സിമം അലൗഡ് സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റും. അപ്പം മിസ്റ്റർ ബോബിക്ക് എങ്ങനെ ഈ കണക്ക് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതേ ട്രെയിന് ഈ രാജധാനി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 2:55 കാസർഗോഡെത്തും. തിരുവനന്തപുരത്ത് വരുന്ന 1:50, അതായത് 10 മണിക്കൂറും 55 മിനിറ്റും എടുക്കും തിരിച്ചു വരുമ്പോൾ. അതിന് 9 സ്റ്റോപ്പുകളാണുള്ളത്. അപ്പോൾ ഈ കണക്ക് ഒരിടത്ത് ഒത്തുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സ്പീഡ് കൂട്ടണമെന്ന് പറഞ്ഞു, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണമെന്ന് പറഞ്ഞു. സ്പീഡ് കൂട്ടുന്നതിന് പല പല സംവിധാനങ്ങൾ, പല പല പ്രശ്നം സോൾവ് ചെയ്യണം. ഒന്ന് വളവുകൾ നൂത്ത് വരണം, പിന്നെ പല പല പഴയ ബ്രിഡ്ജുകൾ പുതുക്കി പണിയണം. പലയിടത്തും പെർമനൻറ്റ് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് മാറ്റണം. അങ്ങനെയുള്ള പണികൾ, അത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കിൽ സ്പീഡ് കൂട്ടണം എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇപ്പോൾ ഓടുന്ന എല്ലാ ട്രെയിനിനും നല്ലതാണ്, കേരളത്തിലെ ജനതയ്ക്കും നല്ലതാണ്. അത് ഇന്ത്യൻ റെയിൽവേയുടെ സ്പീഡ് കൂട്ടുക തന്നെ വേണം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാൽ ദിവസവും ഓരോ ഡയറക്ഷനിലും 37 ട്രെയിൻ സർവീസ്, അതായത് ഏകദേശം ഒരു 80,000 ആൾക്കാർ യാത്ര ചെയ്യും. അത് റോഡിലുള്ള ആൾക്കാർ റോഡിൽ സ്വന്തം കാറിൽ പോകുന്നതോ അതുപോലെ പലരെയും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമുക്ക് ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നിരവധി ചോദ്യങ്ങൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ചോദ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിൽ വന്ന ഒരു ചോദ്യമാണ്. അതിലെ ID കാണുന്നത് ഗോഡ്സ് ഡോണ്ട് പ്ലേ ഡൈസ് എന്നാണ് ID കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ്: DPR പറയുന്നത് 5 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ്. അപ്പം ഏത് സിവിൽ വർക്ക്സാണ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്? ഇത് യാഥാർത്ഥ്യമാണോ? അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 5 വർഷം. ലാൻഡ് അക്വിസിഷൻ ഏകദേശം 2 കൊല്ലം എടുക്കും. ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3 കൊല്ലം കൊണ്ട് നമ്മൾ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഫീസിബിളാണ്. നമ്മൾ അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എയിം ചെയ്യണം. അതിന് ഞാൻ കുറച്ച് മുമ്പേ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കാൺപൂർ മെട്രോ ഏകദേശം 2 കൊല്ലം 3 മാസത്തിനകം ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റണം. ഫേസ്ബുക്കിൽ തന്നെ വന്ന ഒരു ചോദ്യമാണ്. ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരുന്ന അധിക ചോദ്യങ്ങളും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം റജി രാജൻ എന്നൊരാൾ ചോദിച്ചിരിക്കുന്നത്:
എൻ്റെ വസ്തുവിന് മധ്യഭാഗത്ത് കൂടിയാണ് സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്നത്. പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത ശേഷം ഇരുവശങ്ങളിലുമായി മിച്ചം വരുന്ന വസ്തു ഞാൻ എന്ത് ചെയ്യും? സെക്ഷൻ എഞ്ചിനീയർ പ്രശാന്ത് സുബ്രഹ്മണ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഇരുവശം എത്ര വരും? ആക്ച്വലി ഇത് ഫീൽഡ് സ്റ്റഡി, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി ഇപ്പോൾ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാമത്. അപ്പോൾ ഇത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരാളുടെ എത്ര ഭൂമി പോകുന്നുണ്ട്, ഇപ്പോൾ 1 ഏക്കറയുള്ള ഭൂമിയുടെ നടുവ് കൂടെയാണ് പോകുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു 10 സെൻറ്റ് എടുക്കുമായിരിക്കും. ആ 10 സെൻറ്റ് എടുത്തിട്ട് ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുള്ള 90 സെൻറ്റും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളൊരു ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ചെറിയൊരു പീസ് ലാൻഡ് അവിടെ ബാക്കി വരികയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കഴിഞ്ഞ ജനസംരക്ഷണ പരിപാടിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതും സർക്കാർ ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പം ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആരുടെയൊക്കെ എത്ര സ്ഥലം എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തണമെങ്കിൽ അറിയണമെങ്കിൽ വിശദമായിട്ടുള്ള സാമൂഹ്യ ആഘാത പഠനം നടത്തണം. അത് തന്നെയാണ് ഇപ്പോൾ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടന്നുമ്പോൾ അതിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരോ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വരുമ്പോൾ അവരോട് വിശദീകരണം ചോദിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നേരത്തെ നമ്മളോട് ഒരാളെ എഴുതി ഇമെയിൽ വഴി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് ഏതാണ്ട് 90% പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ വീട് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വീടിൻ്റെ അതായത് വീട് റൈറ്റ് ഓഫ് വേയിൽ വരുന്നുണ്ടെന്നാണ്, എന്താണ് ചോദ്യം? അദ്ദേഹം ഈ സിൽവർ ലൈൻ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഭൂമിയിലാണ് അദ്ദേഹം വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൈ ഹൗസ് ബിൽഡിംഗ് ഈസ് 64 മീറ്റേഴ്സ് അവേ ഫ്രം ദ സിൽവർ ലൈൻ. അപ്പോൾ 64 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു വിധത്തിലും എഫക്റ്റ് ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ വീട് 64 മീറ്റർ ദൂരത്തിലാണ് സിൽവർ ലൈൻ അലൈൻമെൻറ്റ് പോകുന്നത്. അപ്പോൾ ആ ആളുടെ ഭൂമി പോകുന്നുണ്ടെങ്കിൽ അവളുടെ ഫ്ലോട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ പദ്ധതി കടന്നു പോകുന്ന സ്ഥലത്തിലെ ഭൂമി ഏറ്റെടുക്കും. അതിൽ നിന്ന് 64 മീറ്ററാണ് വിട്ടിട്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂ, അവർക്കത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഫേസ്ബുക്കിൽ വന്ന മറ്റൊരു ചോദ്യമാണ്, അത് 2 പേര് ചോദിച്ചിട്ടുണ്ട്. ഒന്നൊരു ശില്പരാജ് ചോദിച്ചിരിക്കുന്നു, പിന്നെ ഒന്ന് രാഹുൽ PC കേരളവർമ്മ. 2 പേരും ചോദിക്കുന്നത് ഈ സിൽവർ ലൈനിൽ യാത്രക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തുക, അതുപോലെ ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി സൗഹൃദമാക്കാൻ ഈ പദ്ധതിയിൽ എന്തൊക്കെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് സിൽവർ ലൈൻ? യാത്രക്കാർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ സംയുക്ത പ്രസൻറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഇന്ന് ആധുനികമായിട്ടുള്ള ഈ ഹൈസ്പീഡ് റെയിൽ മേഖലയിലുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു ട്രെയിൻ സെറ്റാണെങ്കിൽ റോളിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള EME ട്രെയിൻ സെറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ETC ലെവൽ 2 എന്നുള്ള അഡ്വാൻസ് ലെവൽ എന്താ പറയുക സിഗ്നലിംഗ് സംവിധാനം, LTE കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ളത്. അതുപോലെ പാസഞ്ചർ കംഫർട്ടിന് വേണ്ടിയിട്ട് 2x3 360 ഡിഗ്രീസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, വൈഫൈ ഫെസിലിറ്റി, അങ്ങനെ ഒട്ടനവധി ലഗേജ് ഫെസിലിറ്റി, എല്ലാം ഒരു ആധുനികമായിട്ടുള്ള ഒരു ഹൈസ്പീഡ് റെയിലിൽ വരുന്ന എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സിൽവർ ലൈൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ഭിന്നശേഷിക്കാർക്ക് എന്താണ് സൗകര്യം? ഭിന്നശേഷിക്കാർക്ക് അവരെ വീൽ ചെയർ ആയിട്ട് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് വീൽ ചെയർ ഓടിച്ച് അകത്ത് കയറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടായിരിക്കും. അതുപോലെ ഇരവി പേരൂരിൽ നിന്ന് സുധാകരൻ നായർ എന്ന ഒരാൾ ചോദിക്കുന്നു. അദ്ദേഹം ഈ സിൽവർ ലൈനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആകെയുള്ളൊരു സംശയമല്ല, അദ്ദേഹത്തിനൊരു നിർദ്ദേശമാണ്. തിരുവല്ലയിൽ എന്തുകൊണ്ട് സ്റ്റോപ്പില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം തിരുവല്ലയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പ്രദേശങ്ങൾക്ക് അത് ഉപകാരമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവല്ലയ്ക്ക് ഏറ്റവും അടുത്താണ് ചെങ്ങന്നൂർ നമ്മൾ സ്റ്റോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും നമുക്ക് സ്റ്റോപ്പുകൾ കൊടുക്കാൻ പറ്റില്ല. ഏകദേശം 50 കിലോമീറ്ററിൽ ഒരു സ്റ്റോപ്പാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്കിലേ നമുക്കൊരു ഹൈ സ്പീഡ് സിസ്റ്റമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ ആരും ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കുറേ കാലം കഴിയുമ്പോൾ ഇതും 12 മണിക്കൂർ എടുക്കും. 12 മണിക്കൂർ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ പിന്നെ ചെങ്ങന്നൂർ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് തിരുവല്ലയ്ക്ക് പോകാനുള്ള ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അവിടെ ഒരു ബസ് സംവിധാനം ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ടിക്കറ്റ് സിസ്റ്റം ബേസ്ഡ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ലയ്ക്ക് പോകേണ്ട ഒരാൾക്ക് ഓരോ ട്രെയിനിലും ഓരോ കണക്ടിവിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കും. അവിടെ ചെങ്ങന്നൂർ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്നൊരു ബസ് ഉണ്ടായിരിക്കും. ആ ബസ്സിനകത്ത് തിരുവല്ലയ്ക്ക് പോകാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ആ ടിക്കറ്റ് ഫെയറും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർദ്ദേശം ഈ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അവർക്കൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി ഈ അലൈൻമെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു റൂട്ട് മാപ്പ് പബ്ലിഷ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളയിലെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ പദ്ധതി അംഗീകരിച്ച് 2019 തന്നെ ഗൂഗിൾ എർത്തിൽ സാധാരണ ജനങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് നോക്കാവുന്ന രീതിക്കുള്ള ഒരു അലൈൻമെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതത് ജില്ലയിൽ റവന്യൂ ഒരു സ്പെഷ്യൽ ഓഫീസ് കേരളയിലെ ലാൻഡ് അക്യൂസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. കൂടാതെ വെബ്സൈറ്റിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കറിയാൻ പറ്റും. അതുപോലെ കരിമ്പറമ്പിൽ നിന്ന് കെ വസന്തകുമാർ എന്ന ഒരാൾ ചോദിക്കുന്നത്, സിൽവർ ലൈൻ എന്ന അതിവേഗ പാതയുടെ DPRൽ പറഞ്ഞിരിക്കുന്ന ദൂരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 530 കിലോമീറ്റർ ആണല്ലോ. അതുപ്രകാരം പ്രസ്തുത ട്രെയിൻ 200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചാര സമയം 2 മണിക്കൂർ 65 മിനിറ്റ് മതിയാവില്ലേ? പിന്നെ എന്തിനാണ് 4 മണിക്കൂർ എന്ന് അവകാശപ്പെടുന്നത്? അപ്പോൾ വെളിപ്പെടുത്തിയ കണക്കനുസരിച്ച് ട്രെയിൻ സഞ്ചാര വേഗം മണിക്കൂറിൽ 132.5 കിലോമീറ്റർ മാത്രമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് 530 കിലോമീറ്ററിൽ ഏകദേശം 11 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 10 സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ നിർത്തേണ്ടി വരും. ഇല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡും ഒഴിവാക്കുകയാണെങ്കിൽ 9 സ്റ്റേഷനിൽ. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തി 2 മിനിറ്റ് സ്റ്റോപ്പും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സ്ലോ ചെയ്യാനുള്ള ടൈമും, പിന്നെ പിക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിക്കപ്പ് ചെയ്യാനുള്ള ടൈമും എല്ലാം കൂടെ കൂട്ടി അപ്പോൾ ഒരു ആവറേജ് സ്പീഡ് കുറഞ്ഞു വരും. അപ്പോൾ ഇതിൽ തന്നെ ഒരു ആവറേജ് സ്പീഡ് നമുക്ക് ഏകദേശം 160 മേൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കുറച്ച് ടോളറൻസ് കൊടുക്കും. അതായത് ഓപ്പറേഷണൽ ടോളറൻസും കാണും, എൻജിനീയറിങ് ടോളറൻസും കാണും. അപ്പോൾ ഈ എക്സ്ട്രാ ടൈം എല്ലാ സ്റ്റേഷനിലും കാണും. ആ എക്സ്ട്രാ ടൈമും കൂടെ കൂട്ടിയാണ് ഇത് 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ടാണ് ഇത് ഓടിയെത്തുന്നത്. അപ്പോൾ അത് ഏകദേശം 135 വരും. അപ്പോൾ ഇത് ആവറേജ് സ്പീഡാണ്. അതല്ല ഇന്ത്യൻ റെയിൽവേ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പല സെക്ഷനിൽ ചിലയിടത്ത് 90 km/h, ചിലയിടത്ത് 110 കിലോമീറ്റർ സ്പീഡ് മാക്സിമം സ്പീഡുണ്ട്. പക്ഷേ ഇത് ആവറേജ് സ്പീഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45 മുതൽ 55 വരെ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെയും. അദ്ദേഹത്തിൻ്റെ തന്നെ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, കേരളയിൽ അവകാശപ്പെടുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 80,000 ആണല്ലോ. അത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാവുന്ന മൊത്തം യാത്രക്കാരുടെ എണ്ണം 675 ആണ്. അപ്പോൾ ഈ കണക്കുകൾ ചേരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വ്യക്തമായ DPR, പരിസ്ഥിതി ആഘാത പഠനം എന്നിവയില്ലാതെ ഭൂമി ഏറ്റെടുക്കുവാൻ തിടുക്കം കൂട്ടുന്നത് എന്തിനാണ്? ഒരു ട്രെയിനകത്ത് 675 സീറ്റുകളാണുള്ളത്. അപ്പം ഈ ഒരു തിരുവനന്തപുരം കാസർഗോഡ്, എല്ലാവരും തിരുവനന്തപുരം കാസർഗോഡിലല്ല യാത്ര ചെയ്യുന്നത്. നമ്മുടെ സ്റ്റഡി അനുസരിച്ച് ഒരാൾ ഏകദേശം ഒരു ആവറേജ് ട്രിപ്പ് ലെങ്ത് 200 കിലോമീറ്ററോളമാണ് യാത്ര ചെയ്യുന്നത്. അതായത് ചിലർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഇറങ്ങും, എറണാകുളത്ത് നിന്ന് ചിലർ കയറി കോഴിക്കോട് ഇറങ്ങും, കോഴിക്കോട് നിന്ന് ചിലർ കാസർഗോഡ് പോകും. അങ്ങനെ ആൾക്കാർ കയറിയും മാറി മാറി കയറും. അതായത് 675 സീറ്റുള്ള ഒരു ട്രെയിൻ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുമ്പോൾ 675 അല്ല, അതിന് ഇരട്ടിക്ക് മേൽ ആൾക്കാർ ഒരു ദിവസം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യും. അതാണ് പുള്ളി പറഞ്ഞ പുള്ളിക്കത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. രണ്ടാമത്തത് ഭൂമി വ്യക്തമായ DPR, പരിസ്ഥിതി ആഘാത പഠനം, വ്യക്തമായ DPR ഈ സിസ്ട്ര എന്ന് പറയുന്ന ഏജൻസി എല്ലാ സ്റ്റഡികളും നടത്തിയിട്ട് വേണ്ട എല്ലാ സ്റ്റഡികളും നടത്തി. അതായത് സോഷ്യൽ അല്ല, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടത്തി, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ട്രാഫിക് സ്റ്റഡി നടത്തി, സർവേ, ഡീറ്റെയിൽഡ് ടോപ്പോഗ്രാഫിക് സർവേ, ലിഡാർ ഉപയോഗിച്ചുള്ള ഡീറ്റെയിൽഡ് ടോപ്പോഗ്രാഫിക് സർവേ. ഇതൊക്കെയാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. ഈ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിന് വേണ്ടുന്ന എല്ലാ സ്റ്റഡികളും നടത്തിയിട്ടാണ് ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ തന്നു. ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ഉള്ള പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ലാൻഡ് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രിലിമിനറി ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടായതുകൊണ്ട് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നത്, ഏറ്റെടുക്കുന്ന ഭൂമി വായ്പ നൽകുന്ന വിദേശ ഏജൻസികൾക്ക് ഈട് നൽകാനുള്ളതാണെന്നൊരു വിശ്വാസം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അല്ലാതെ തന്നെ വേറെ ഈ ലോൺ ഏറ്റെടുക്കുന്നത് കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ KRDCയിലോ ഡയറക്റ്റ് അല്ല. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെ കീഴിൽ ഇതുപോലുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും ലോൺ എടുക്കാൻ വേണ്ടി അവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം കൊച്ചി മെട്രോ എടുക്കുകയോ അല്ലെങ്കിൽ ചെന്നൈ മെട്രോ എടുക്കുകയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ മെട്രോ എടുക്കുക, മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് എടുക്കുക, ഡൽഹി മീററ്റ് ഹൈസ്പീഡ്, ഏതൊരു റെയിൽ പ്രോജക്റ്റ്, ഇന്ത്യൻ റെയിൽവേയുടെ പ്രോജക്റ്റുകൾ, ഇന്ത്യൻ റെയിൽവേയുടെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ലോൺ എടുക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ലോൺ എടുക്കുകയും അതിന് ഷുവർട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റി നിൽക്കുന്നത്, അതിന് വായ്പ തിരിച്ചടയ്ക്കുന്നത്. ഇതുപോലെ ഈ ലാൻഡ് ഈട് വെച്ച് വായ്പ കൊടുക്കുന്ന സംവിധാനം ഉള്ളതായിട്ട് എനിക്കറിയില്ല. താങ്ക് യു. നമുക്ക് ഫേസ്ബുക്കിൽ ലൈവായിട്ട് ചോദ്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഭാവിയിൽ 11 സ്റ്റേഷനെയും ഉൾക്കൊള്ളിച്ച് അതാത് ജില്ലകളിൽ മെട്രോ റെയിൽ സംവിധാനം ഉണ്ടാകുമോ എന്നാണ് അൻവർ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്ലാൻ അനുസരിച്ച് കൊച്ചിയിൽ മെട്രോ ഉണ്ട്. ആ കൊച്ചി മെട്രോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാങ്ഷൻ ഇൻ പ്രിൻസിപ്പൾ അപ്രൂവലുണ്ട്. അതിൻ്റെ ഫൈനൽ സാങ്ഷൻ എപ്പം വേണേലും ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് അറ്റ് എനി ടൈം. അപ്പോൾ അവിടെ കൊച്ചിയിൽ സിൽവർ ലൈനും കൊച്ചി മെട്രോയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഒരു സ്റ്റേഷനിൽ തന്നെയായിരിക്കും, 2 ലെവലായിട്ട് വരും. അതേ സംവിധാനം തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള ലൈറ്റ് മെട്രോയിലും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊച്ചി മെട്രോ ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ബാക്കിയുള്ള സിറ്റികളിൽ അതിൻ്റേതായ മെട്രോ വരാനുള്ള സമയമാകുമ്പോൾ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കും എന്നാണ് എൻ്റെ എനി ട്രാൻസ്പോർട്ട് പ്ലാനർ അങ്ങനെയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്കിൽ സുഭാഷ് വിജയൻ എന്നൊരാൾ ചോദിക്കുന്നു, പില്ലറിൽ ഉറപ്പിച്ച വയഡക്റ്റിൽ സെമി ഹൈസ്പീഡ് ലോക്കോ സാധ്യമാണ്, സ്ഥലം ഏറ്റെടുക്കലും കുറവായിരിക്കും, എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല? വയഡക്റ്റിൽ പണിയുന്നതിന് ടെക്നിക്കലി ഫീസിബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി ഏകദേശം 88 കിലോമീറ്ററോളം വയഡക്റ്റിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ കൂട്ടുകയും ചെയ്യാം. 530 കിലോമീറ്റർ വേണമെങ്കിലും വയഡക്റ്റിൽ ചെയ്യാം. പക്ഷേ വയഡക്റ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കൂടും. പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഫെയർ കൂടും. അതുകൊണ്ട് കോസ്റ്റ് എത്രയും കുറച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ ടിക്കറ്റ് ഫെയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ഫെയർ കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇത് സെമി ഹൈ സ്പീഡ് പ്രോജക്റ്റ് കൂടുതലും അറ്റ് ഗ്രേഡിൽ ചെയ്തുകൊണ്ട് വയഡക്റ്റ് കുറച്ച്. പക്ഷേ എവിടെ വയഡക്റ്റ് വേണം ആ സ്ഥലങ്ങളിൽ നമ്മൾ വയഡക്റ്റ്, അതായത് പാഡി ഫീൽഡ്, വാട്ടർ ബോഡീസ് അത് ഫില്ലപ്പ് ചെയ്യാതെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് വയഡക്റ്റ് കൊടുത്തു. അതുപോലെ സിറ്റി ഏരിയയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ അവർക്ക് അസൗകര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടെയും വയഡക്റ്റ് കൊടുത്തു. അങ്ങനെയുള്ള ഇപ്പോഴത്തുള്ള 88 കിലോമീറ്റർ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമോ? നാളെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് വയഡക്റ്റ് കൊടുക്കാൻ പറ്റും. അതിന് പകരം ഫുൾ പ്രോജക്റ്റിന് വയഡക്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ ടെക്നിക്കലി ഫീസിബിളാണ്, പക്ഷേ ഒരു വയബിൾ പ്രോജക്റ്റ് അല്ലാതാവും. നമ്മൾ 5:30 ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. തത്സമയം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പലരും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു എന്ന് പറയുന്നത് ശരിയാണോ? എന്താണ് ജിയോ ടാഗ് സർവേയും സാമൂഹികാഘാത പഠനവും പുനരാരംഭിക്കാത്തത്? പദ്ധതി മരവിപ്പിച്ചോ എന്നാണ് പലർക്കും അറിയേണ്ടത്. പദ്ധതി മരവിപ്പിച്ചതായിട്ട്
നമ്മൾ ഡിസിഷൻ എടുത്തിട്ടില്ല, ഗവൺമെൻറ് ഡിസിഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കല്ലിട്ട സ്ഥലങ്ങളിൽ അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആ കല്ലിട്ട സ്ഥലങ്ങളിലെ സ്റ്റഡി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കല്ലിടാത്ത സ്ഥലങ്ങളിൽ ജിയോ ടാഗിങ് വെച്ചുള്ള സ്റ്റഡി കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഇതുവരെ പ്രോജക്റ്റ് നിർത്തിവെച്ചിട്ടില്ല. പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡിയാണ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ചോദ്യം നേരത്തെ ഇമെയിൽ ലഭിച്ചതാണ്. ഈ സിൽവർ ലൈൻ പദ്ധതി വന്നു കഴിയുമ്പോൾ എത്ര ഏക്കർ വനം അല്ലെങ്കിൽ മലകൾ, അരുവികൾ, അവിടുത്തെ ജന്തുജീവികൾ നശിക്കും എന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? സിസ്ട്ര പ്രോജക്ട് ഡയറക്ടർ മറുപടി പറയും. Our alignment does not pass through any forest area, neither through forest area nor through the wildlife sanctuaries. Only we can say that only at certain locations the flora and fauna in the form of mangroves, which are all reserved areas, are getting affected, for which we have made a mangrove conservation plan to replant or transplant mangroves. And also wherever it is coming adjacent to the waterway, we have planned some additional waterways, additional extra spans, so that mangroves are not destroyed. So other than that, neither the forest land nor the wildlife will get affected because of our silver line. ഫേസ്ബുക്കിൽ തത്സമയം ലഭിച്ച മറ്റൊരു ചോദ്യമാണ്. രാജേഷ് മൂലയിലാണ് ചോദിക്കുന്നത്. ഭാവിയിൽ കേരളത്തിൻ്റെ അതിർത്തികളിലേക്ക് നീട്ടി മറ്റു പ്രൊജക്റ്റുകളുമായി കണക്ട് ചെയ്യുന്നതിന് സാധ്യതയുണ്ടോ? ഈ പ്രോജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ പറ്റി ഈ സ്റ്റേജിൽ ഒരു ഡിസ്കഷൻ ഇല്ല. പക്ഷേ മംഗലാപുരത്തേക്ക് കണക്ട് ചെയ്യുന്നതിന് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ട്രാഫിക് സ്റ്റഡിയിൽ അതിന് റൈഡർഷിപ്പ് നമ്പേഴ്സും ഉണ്ട്. പക്ഷേ അറ്റ് ദിസ് സ്റ്റേജ് ഈ പ്രോജക്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റിന് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഹൈ സ്പീഡ് റെയിൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് എല്ലാ ഹൈ സ്പീഡ് പ്രോജക്റ്റുകളും സ്റ്റാൻഡേർഡ് ഗേജ് ആയിരിക്കും. ഇതും സ്റ്റാൻഡേർഡ് ഗേജാണ്. അപ്പം ഇനി വരുന്ന ഫ്യൂച്ചർ ഹൈ സ്പീഡ് റെയിൽ പ്രോജക്ട്സുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഗേജ് സംവിധാനമാണ്. അടുത്ത ചോദ്യം കാസർഗോഡ് നിന്ന് എം.എ. ഉസ്മാൻ. അദ്ദേഹം ചോദിക്കുന്നത്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിന്ന് എറണാകുളം, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലും മറ്റ് അയൽ ജില്ലകളിലും ചെറുകിട വ്യവസായ മേഖലകളിലും ഹോട്ടൽ, ബേക്കറി തുടങ്ങി നിർമ്മാണ സേവന മേഖലകളിൽ ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഇവരൊക്കെ 10-15 ദിവസത്തിലൊരിക്കൽ 2-3 തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നു പോകുന്നവരാണ്. സിൽവർ ലൈനിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ ഇവരെക്കുറിച്ച് എവിടെയും ഗൗരവമായി പരാമർശിച്ച് കാണാത്തത് എന്തുകൊണ്ടാണ്? പ്രശാന്ത് മറുപടി. സിൽവർ ലൈൻ നമ്മളൊരു ഒരു ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സർവേ ചെയ്തിട്ടില്ല. നമ്മൾ ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇപ്പോൾ കാറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അങ്ങനെയാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാറിൽ നിന്ന് എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും, ട്രെയിനിൽ നിന്ന് എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും, മറ്റുള്ള ട്രാൻസ്പോർട്ട് ഇതിൽ നിന്ന് എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും, ആ ഒരു മോഡ് ഓഫ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ വിഭാഗം ജനങ്ങളും പെടും. അതിലിപ്പം ഹോട്ടൽ പണിക്കാരായാലും അതല്ലാത്തവരായാലും എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു സർവേയാണ് നടത്തിയിരിക്കുന്നത്. അത് പ്രത്യേകം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഗുണം ചെയ്യുന്നു എന്ന് പറയേണ്ടതല്ല. ഇത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. എന്നാലും ഈ നിർദ്ദേശം വെച്ചതിന് നന്ദി. ഇനിയുള്ള പ്രസൻറ്റേഷനിലും നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ഊന്നി പറയാൻ ശ്രമിക്കാം. ഞാനത് ഒന്ന് സപ്ലിമെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ 1000 രൂപയ്ക്ക് ഒരു ദിവസം 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, ഇതിപ്പം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഏകദേശം 1000 രൂപ, ഒരു ദിവസത്തെ കൂലി 1000 രൂപ. അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്ത് പരശുരാമ എക്സ്പ്രസ്സിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം പോയി. അപ്പോൾ ഒരു ദിവസത്തെ സാലറി പോയി. അതേ പക്ഷേ ഈ സിസ്റ്റത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ ഒരു ദിവസത്തെ സാലറി പോകില്ല.
ടിക്കറ്റ് ഫെയറിൻ്റെ ഡിഫറൻസ് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതായത് നമുക്ക് ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടാതെ ഈ സംവിധാനം വഴി യൂസ് ചെയ്താൽ അവർക്ക് ബെനിഫിറ്റാണുള്ളത്. അടുത്തത് ജോൺസൺ തോമസ് എന്നൊരാളാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നറിയില്ല, ഇമെയിലിലാണ് ലഭിച്ചത് ചോദ്യം. ദിവസം 72 ട്രിപ്പ് സർവീസാണ് സിൽവർ ലൈനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും സർവീസുകൾ ഓടിക്കാൻ ആവശ്യമായ എനർജി എത്ര വേണ്ടി വരും? അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് 2800 മെഗാവാട്ട് ആവശ്യമായി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മുഴുവൻ സോളാറിൽ നിന്ന് ആണോ ലഭ്യമാക്കുക? കേരളത്തിന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് വല്ല പ്രൊജക്റ്റും ഉണ്ടോ സോളാർ വൈദ്യുതി ലഭ്യമാക്കാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 2800 മെഗാവാട്ട് വേണ്ട, നമുക്ക് വേണ്ടുന്നത് ഏകദേശം 102 MVA ആണ്. 102 MVA പവറാണ്. അത് സോളാറിൽ നിന്ന് യൂസ് ചെയ്യണം. റിന്യൂവബിൾ എനർജി, അത് സോളാറാവാം, വിൻമില്ലാവാം, ഹൈഡ്രോ ഇലക്ട്രിക് ആവാം. സോ അതിനുവേണ്ടി ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഈ പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിന്യൂവബിൾ പവർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പാരലായിട്ട് റിന്യൂവബിൾ പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. സോളാർ പവർ ഇപ്പോൾ 2 രൂപ 50 പൈസയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. അത് റിന്യൂവബിൾ പവർ ആണെങ്കിൽ ഫുള്ളി റൗണ്ട് ദ ക്ലോക്ക് റിന്യൂവബിൾ പവർ ഏകദേശം 3 രൂപ 25 പൈസയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്തില്ലെങ്കിലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വിനീത് വി എന്ന ഒരാൾ പാലക്കാട്ട് നിന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് എന്തുകൊണ്ട് പാലക്കാട് ജില്ലയെ ഒഴിവാക്കിയെന്നാണ്. അതിന് പാലക്കാട്ടുകാരൻ തന്നെയായ ഞങ്ങളുടെ സെക്ഷൻ എഞ്ചിനീയർ പ്രശാന്ത് സുബ്രഹ്മണ്യം മറുപടി പറയും. പാലക്കാട് ഇൻഫാക്റ്റ് ഞാൻ കേരളയിൽ ജോയിൻ ചെയ്ത ഈ സെമിനാർ ഹാളിൽ ആദ്യം സിസ്റ്ററയുടെ പഴയ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് കേരളത്തിലെ ഇത്രയും വലിയ ജില്ലയായ പാലക്കാടെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത്. അദ്ദേഹം അത് വളരെ സയൻറ്റിഫിക്കായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അത് ഞാനൊന്ന് ആവർത്തിക്കാം. എന്നുവെച്ചാൽ നമുക്കറിയാം കേരളം തീരപ്രദേശം, മിഡ്ലാൻഡ്, മലനാട് എന്നിങ്ങനെ 3ആയി കിടക്കുന്നതാണ്. അപ്പോൾ ഈ മലനാട് അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ഘാട്സുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പാലക്കാട്, വയനാട്, അതുപോലെ ഇടുക്കി. അപ്പോൾ ഇവിടെ ഈ പ്രദേശങ്ങളിലേക്ക് ഒരു റെയിൽവേ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ചസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം നിലവിൽ തെക്കിവിടെ കിടക്കുന്ന റെയിൽവേ ലൈനായാലും റോഡായാലും എല്ലാം മിഡ്ലാൻഡ് അല്ലെങ്കിൽ തീരദേശത്ത് കൂടെ വരുന്നതാണ്. പിന്നെ ഈ സെപ്പറേറ്റ് മലയോര പ്രദേശങ്ങളിലേക്ക് സെപ്പറേറ്റ് ലൈനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഇന്ത്യൻ റെയിൽവേ എടുത്താലും ഇന്ത്യൻ റെയിൽവേ പോകുന്ന തെക്കുവടക്ക് കിടക്കുന്നു, പാലക്കാട് ഷൊർണൂരിൽ നിന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സെക്കൻഡ് ഫേസ് എന്ന നിലയിൽ വേണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നോ ഇവിടെ നിന്നൊരു ലൈന് പാലക്കാടുമായിട്ട് കണക്ട് ചെയ്യുക, ഒരു സെക്കൻഡ് ഫേസ് എന്ന രീതിയിൽ ഇപ്പം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ കൂടുതൽ വളഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മളുടെ ഈ പ്രൊജക്റ്റിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും. നേരത്തെ മെയിൽ വഴി കിട്ടിയ മറ്റൊരു ചോദ്യം മുനീർ കുഞ്ഞാപ്പയാണ് ചോദിക്കുന്നത്. ഓരോ വർഷവും പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുന്ന മേഖലയാണ് സോളാർ ബാറ്ററി എൻജിൻസ്. സ്ഥലം ഏറ്റെടുപ്പും മറ്റുമുള്ള കാലതാമസം കാരണം ഇപ്പോൾ പ്രപ്പോസ് ചെയ്ത ട്രെയിൻ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയേക്കാം എന്നുള്ളത് കണക്കിലെടുത്തിട്ടുണ്ടോ? ഉണ്ടാകുന്ന അപ്ഡേറ്റ്സ്, ടെക്നോളജിയിലുണ്ടാകുന്ന അപ്ഡേറ്റ്സ് അഡാപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ക്ലോസ് വെച്ചിട്ടുണ്ടോ? റെയിൽവേ ടെക്നോളജി വർഷമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. സാധാരണ ഒരു റെയിൽവേ ടെക്നോളജി, അതായത് റെയിൽവേ ട്രെയിൻ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 25 ഇയേഴ്സാണ്. സോ ഒരു ടെക്നോളജി നമ്മൾ വാങ്ങിച്ചാൽ, ഒരു റോളിംഗ് സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 20-25 കൊല്ലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അതിനെ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് 200 കിലോമീറ്റർ സ്പീഡിൽ ഓടേണ്ട ട്രെയിൻ, അതിൻ്റെ ലേറ്റസ്റ്റ് ഹൈ എനർജി എഫിഷ്യൻസി, അതിന് വേണ്ടുന്ന നമുക്ക് എന്താ ആക്സിലറേഷൻ വേണം, അതിനെന്തൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് വേണം, ഇതെല്ലാം ഇപ്പോൾ
എല്ലാ ഇപ്പോഴും അവൈലബിളുള്ള ടെക്നോളജിയാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോ കൊല്ലം മാറ്റുന്ന ഒരു ടെക്നോളജി അല്ല. ഈ റെയിൽവേ ടെക്നോളജി ഏകദേശം ഒരു മെച്യൂർഡ് ടെക്നോളജിയാണ്. അത് ഈ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 4-5 കൊല്ലത്തേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഫേസ്ബുക്ക് ലൈവിൽ വന്ന മറ്റൊരു ചോദ്യം, ഈ പൂനെ നാഷിക് റൂട്ടിൽ ഹൈ സ്പീഡ് 250 കിലോമീറ്റർ സ്പീഡുള്ള റെയിൽ കോറിഡോർ ബ്രോഡ് ഗേജിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജില എന്നാണ് ചോദ്യം. പ്രശാന്ത് സുബ്രഹ്മണ്യൻ മറുപടി പറയും. പൂനെ നാസിക്കിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിലവർ പ്രത്യേകിച്ച് ആ ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ സ്പീഡ് എന്നാണ് അവർ ടേം യൂസ് ചെയ്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ 200 മീറ്ററിൽ ഓടിക്കാം. ഇപ്പോഴത്തെ നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ 160 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാനുള്ളൊരു സാങ്കേതിക വിദ്യ നിലവിലില്ല. ഫ്യൂച്ചറിൽ അവർ ഓടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ അതിനുള്ളൊരു അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. ഫ്യൂച്ചറിൽ വരികയാണെങ്കിലും പക്ഷേ എങ്ങനെയാണ് ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ട് അതിൻ്റെ എല്ലാ ഡിസൈൻസും ഇപ്പം അതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം അതിനൊരു നട്ടായാലും ബോൾട്ടായാലും മാറ്റുകയാണെങ്കിൽ പോലും ഒരു ഗൈഡ് ലൈൻസിൻ്റെ IRC കോഡ്സ് റെഫറൻസ് ഉണ്ട്. ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. ഇന്ന് നിലവിലുള്ള 160 നിന്ന് 200 ഒരുപാട് ശ്രമങ്ങളും നടത്തിയാലേ ഈ കോഡ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് വരാൻ കഴിയുള്ളൂ. അത് കാലങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു പ്രസൻറ്റേഷനിൽ അജിത് കുമാർ സാർ പറയുന്നുണ്ട്, അദ്ദേഹം റെയിൽവേയിൽ ജോയിൻ ചെയ്ത കാലം മുതൽ കേൾക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേ 200 ഓടിക്കുന്നു എന്നുള്ളത്. ഇത്രയും കാലമായിട്ട് നമുക്ക് അത്രയും ഒരു സ്പീഡിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പം ബ്രോഡ് ഗേജിൽ ഒരു 160 കിലോമീറ്ററിൽ ഒരു പാത പണിതാൽ അതൊരു മാർജിനൽ, ഇപ്പം ഉള്ളതിൽ നിന്നൊരു മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു നല്ലൊരു ഇപ്പം ഉള്ള റോഡ് യൂസേഴ്സിനെ സിൽവർ ലൈനിലോട്ട് മാറ്റാൻ പ്രധാനമായും ആകർഷിക്കേണ്ടത് സമയം തന്നെയാണ്. സമയവും കംഫർട്ടും ഏറ്റവും നല്ല റൈഡ് കംഫർട്ടുള്ളൊരു സംവിധാനം തന്നെയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഇതിനെക്കാട്ടിലും 2-3 മടങ്ങോ സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാസഞ്ചർ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ആ ഒരു രീതിക്കാണ് സിൽവർ ലൈനിനെ ആസൂത്രണം ചെയ്യുന്നത്. അത് ഇന്ന് നിലവിലുള്ള ലോകത്തുള്ള ഏറ്റവും റൈഡ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സിഗ്നലിൻ്റെ കാര്യത്തിലാണെങ്കിലും LTEയിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഇതെല്ലാം പ്രൂവൺ ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയിലാണ് നമ്മൾ സിൽവർ ലൈൻ വിഭാവനം ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രൊജക്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഹൈ സ്പീഡ് സെമി ഹൈ സ്പീഡ് റെയിലും ഇന്ത്യയിൽ ആസൂത്രണം ചെയ്യുന്നത് വന്നിട്ട് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ റെയിൽ നെറ്റ്വർക്ക് ഫ്യൂച്ചറിൽ കണക്ട് ചെയ്യേണ്ടത് ഒരു ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്കിലോട്ടാണോ അതല്ല പുറകിലോട്ട് ഒരു ബ്രോഡ് ഗേജ് സംവിധാനങ്ങളിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല, പൂനെ നാസിക്കിൽ ആ റെയിൽവേ ലൈൻ ഇപ്പോഴുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് നെറ്റ്വർക്കിനെയാണ് കണക്ട് ചെയ്യുന്നത്. പൂനെയിൽ ബ്രോഡ് ഗേജാണ്, നാസിക്കിൽ ബ്രോഡ് ഗേജാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ട്രാഫിക്കിനെ അതുവഴി, കാരണം ആ ഏരിയ ഇപ്പം റെയിൽവേ കണക്ടിവിറ്റി ഇല്ല. അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകൾ പൂനെയിൽ നിന്ന് നാസിക്കിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇത്. അപ്പോൾ അവിടെ ബ്രോഡ് ഗേജേ പറ്റൂ. കാരണം ഇന്ത്യൻ റെയിൽവേ യൂണിഗേജ് പോളിസി അനുസരിച്ച് ഒരു പുതിയ സ്ഥലത്ത് ഒരു റെയിൽവേ ട്രാക്ക് ഇടുകയാണെങ്കിൽ അത് ബ്രോഡ് ഗേജ് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് അവർ ബ്രോഡ് ഗേജിന് പോയത്. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബ്രോഡ് ഗേജ് സിസ്റ്റം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം അത് യൂണിഗേജിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു 3rd and 4th ലൈനാണ്. അതിന് വേറെ ഗേജ് ആയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ ഒരു സംവാദ പരിപാടിയിൽ നമ്മുടെ സുബോ ജെയിൻ സാർ പോയിന്റ് ഔട്ട് ചെയ്തൊരു ഇതാണ് പൂനെ നാസിക്ക്. അവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഫ്രൈറ്റ് മൂവ്മെൻറ്റ്സിനാണ്. അവിടെ ഒരു കോൾ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫ്രൈറ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കായിട്ടാണ് അവിടെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന ഗൂഡ്സിനെ അവരുടെ ട്രാക്കിലോട്ട് എടുക്കണം എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പാസഞ്ചർ ട്രെയിൻസ് ആണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന റീസൺ. ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബിലും നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യം പദ്ധതി ബാധിതരുടെ ഭാഗത്ത് നിന്നാണ്. കാരണം അവർക്ക് പ്രധാനമായും അറിയേണ്ടത് അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നഷ്ടപരിഹാരം ലഭിക്കുമോ, അതുപോലെ അവർക്ക് പുതിയ പുനരധിവാസ പദ്ധതികൾ പ്രകാരം വീടും മറ്റും കിട്ടുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. വളരെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യം.
ഇപ്പോഴത്തെ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഫുൾ കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടേ അവർ ആ ലാൻഡ് അക്വയർ ചെയ്യൂ. ലാൻഡോ വീടോ എല്ലാം അക്വയർ ചെയ്യൂ. അപ്പം കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ അവരെ, അതുമല്ല അവർക്ക് റീഹാബിലിറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ കംഫോർട്ടബിളായിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലാൻഡ് അക്വയർ ചെയ്ത് അവരെ നമ്മളവിടെ പണി ഏറ്റെടുക്കൂ. നമ്മൾ ഈ തത്സമയം ഓൺലൈൻ ജനസംരക്ഷണം പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനമായി ഫേസ്ബുക്കിൽ ലൈവിൽ കണ്ട ഒരു ചോദ്യം കൂടി നിതീഷ് ഒ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചാണ്. സർക്കാർ സഹായമില്ലാതെ തന്നെ ചെലവുകൾ സ്വയം വഹിക്കാൻ കേരളയിൽ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് കേരളത്തിന് സാധിക്കും എന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. സാമ്പത്തിക വശത്തെക്കുറിച്ച് വിശദമാക്കാമോ? ഇത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണ്. ഇത് ഓപ്പറേഷനിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ 3-ാമത്തെ കൊല്ലം മുതൽ നമ്മളിത് ഓപ്പറേഷനിലെ പോസിറ്റീവാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അനുസരിച്ച് എടുക്കുന്ന ലോണിൻ്റെ ക്യാപിറ്റലും അതിൻ്റെ പലിശയും തിരിച്ചടയ്ക്കാൻ പറ്റും. 20 കൊല്ലം കൊണ്ട് നമുക്ക് ക്യാപിറ്റലും ഇൻട്രസ്റ്റും പേ ചെയ്ത് കൊടുക്കാൻ പറ്റും, തിരിച്ചടയ്ക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സബോർഡിനേറ്റ് ഡെപ്റ്റ് ഉണ്ട്. അതായത് ലാൻഡ് അക്യൂർ ചെയ്യുന്നതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്ന ഫണ്ട്സാണ്. അതും ഒരു പലിശയില്ലാത്ത വായ്പയാണ്. ഈ പൈസയും തിരിച്ചടയ്ക്കണം. സോ 20 കൊല്ലം കൊണ്ട് ഈ പലിശയുള്ള കടങ്ങൾ തിരിച്ചു വിട്ടാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് സബോർഡിനേറ്റ് ഡെപ്റ്റും തിരിച്ചടയ്ക്കാൻ പറ്റും. തത്സമയം ജനസംരക്ഷണം സിൽവർ ലൈൻ ഓൺലൈൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. ഈ പരിപാടി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ കുതിപ്പിന് വേഗം കൂട്ടാൻ ഏറ്റവും അനിവാര്യമായ ഒരു പദ്ധതി തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതി. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീളുന്ന ഒരു ബൃഹത് പദ്ധതി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ആശങ്കകളും സംശയങ്ങളും ഭയപ്പാടുകളും ഒക്കെ ഉണ്ടാകും. ഏത് തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്ക് കേരളയിലുമായി ബന്ധപ്പെട്ട് തീർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ ഇനിയും തുടരുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബിലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ക്രോഡീകരിക്കും. അടുത്ത ജനസംരക്ഷണം ഓൺലൈൻ പരിപാടിയിൽ അവയ്ക്കുള്ള മറുപടിയും നൽകുന്നതായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.